نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الذين قال لهم الناس إن الناس قد جمعوا لكم فاخشوهم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, വേദിയിലിരിക്കുന്ന ഏറെ പ്രിയം നിറഞ്ഞ പരപ്പനങ്ങാടി യൂണിറ്റിലെ KNM-ന്റെയും പോഷക ഘടകങ്ങളെയും ഒക്കെ ഭാരവാഹികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാനിന്റെ എല്ലാ നിലക്കുമുള്ള പുണ്യങ്ങൾ ഓരോ നിമിഷവും തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളും നമ്മുടെ സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളുമൊക്കെ അവന്റെ അടുക്കൽ സ്വീകരിക്കുന്ന കർമ്മങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിവിടെ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ടാകുക, നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മൾ ഈ ചെയ്ത ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും ദാനധർമ്മങ്ങളും ഒക്കെ തന്നെയാണ്. അവസാന ഘട്ടത്തിൽ നമ്മളെ ചുറ്റിലും ആളുകൾ നിൽക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കൈമലർത്തുന്ന ഒരു രംഗമുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ സന്ദർഭത്തിൽ ചില ആളുകൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. യഖൂലൂന സലാമുൻ അലൈക്കും, അവരോട് ഇങ്ങനെ പറയും. ആ അവസാന ഘട്ടത്തിൽ, അവസാന ഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും, നമ്മൾ ഉണ്ടാക്കിയ സമ്പത്തും നമ്മുടെ വീടും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തൊഴിലിടത്തെയും ഒക്കെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ച് പോകുന്ന ആ രംഗത്ത് വല്ലാത്ത ഒരു പ്രതിസന്ധി, ഒരു പ്രയാസം നമ്മളിങ്ങനെ നേരിടുമ്പോ നമ്മുടെ അടുത്ത് വന്ന് മലക്കുകൾ പറയാണ്, യഖൂലൂന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. എത്ര വലിയൊരു വാക്കാണത്.
വല്ലാത്തൊരു ബേജാറുണ്ടാകുന്ന സമയത്ത് ഒരാൾ വന്ന് പറയാണ്, പ്രയാസപ്പെടണ്ട, ഞാനുണ്ട്, അങ്ങനെ പറയുമ്പോണ്ടാകുന്ന ആശ്വാസം എത്രയാണ്. അതേപോലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മലക്കുകൾ വന്ന് പറയാണ്, യഖൂലൂന സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. നിർത്തിയില്ല, ദുഖുലൂ അൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കുകയാണ്. ആരാ? അല്ലാഹ് പറയാണ്, അല്ലദീന തതവഫാഹുൽ മലായികത്തു ത്വയ്യിബീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാര് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു? ത്വയ്യിബീങ്ങളായ ആളുകൾക്ക്. ത്വയ്യിബീങ്ങളായ ആളുകൾ ആ ത്വയ്യിബീനായി നിൽക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ എടുക്കുന്ന സന്ദർഭത്തിലാണ് മലക്കുകൾ അവരുടെ ആത്മാവിനെ എടുക്കുമ്പോ യഖൂലൂന, അവർ പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു മർത്തബയിലേക്ക് ഉയരാനുള്ള നിരന്തരമായ ശ്രമത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത് എന്ന് ആമുഖമായി സൂചിപ്പിക്കണം. അതാണ് നമുക്ക് കിട്ടേണ്ടത്. അവസാനവും സമാധാനത്തിന്റെ വാക്ക് കേട്ട് ഈ ലോകത്ത് നിന്ന് വിടമറഞ്ഞു പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടണം എന്നാഗ്രഹിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ നമ്മള് റമദാനിൽ നോമ്പ് നോറ്റിട്ടും ദീനിയായ ഒരു പഠനമുണ്ട് എന്നറിഞ്ഞപ്പം നമുക്ക് വരാൻ കഴിഞ്ഞത്. നമുക്ക് നല്ലപോലെ ഉറങ്ങാമായിരുന്നു, എന്ത് നല്ല സുന്ദരമായി നമ്മുടെ വീടുകളിൽ കഴിയാമായിരുന്നു. എന്നിട്ടും നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഒരു പ്രതിഫലവും ഈ അങ്ങോട്ടുള്ള എന്റെ രണ്ടാമത്തെ ജീവിതം അല്ലെ, ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ഒന്നാമത്തതിനേക്കാൾ ഈ ദുനിയാവിലുള്ള ഒന്നാമത്തെ ജീവിതത്തെക്കാൾ ഖൈറുൽ ലക മിനൽ ഊല, ഒന്നാമത്തതിനേക്കാൾ ഏറ്റവും ഖൈറാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞില്ലേ. ആ രണ്ടാമത്തതിലേക്കുള്ള യാത്രക്ക് വേണ്ട ഓരോന്നും നമ്മൾ ഒരുക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ ഒരുക്കുന്നതും നമ്മൾ ഈ ചെയ്യുന്നതുമൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് റമദാനിൽ ആവേശം നൽകുന്ന ബദറിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. റമദാൻ നോക്കൂ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ ആവേശം, ഒരു മടുപ്പില്ലല്ലോ, അലസതല്ലോ. റമദാനിൽ നമ്മൾ ശഅബാനിൽ ഉള്ളതിനേക്കാൾ സജീവമാണ്. നമ്മുടെ പള്ളികൾ സജീവമാണ്. നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള ആളുകൾ എല്ലാവരും വിളിച്ചാൽ വിളിപ്പുറത്താണ് ആളുകളൊക്കെ വരികയാണ്. പയ്യസമിന്റെ ഒരു വൈറ്റ് ചലഞ്ച് നടക്കുന്നുണ്ട്. അതിനൊക്കെ ആളുകൾ എല്ലാവരും, നമ്മുടെ യുവാക്കൾ എല്ലാവരും ഫീൽഡിലാണ്. ആ ആളുകൾ ഓരോരുത്തരും അവരുടെ ഒഴിവ് സമയം നോക്കിയിട്ട് ISM പ്രഖ്യാപിച്ച ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് സമാഹരണത്തിൽ നമ്മുടെ യുവാക്കൾ സജീവമാണ്. അങ്ങനെ എല്ലാ രംഗത്ത് നോക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഈ സജീവത കാണുന്നു. എന്തുകൊണ്ടാണ്? ഈ റമദാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാനുള്ള മാസമല്ല. അങ്ങനെ ഉറങ്ങാനായിരുന്നുവെങ്കിൽ റമദാനിൽ ബദർ നടക്കൂല, മക്കം ഫത്ഹ് നടന്ന റമദാനില. നോക്കൂ, ഇങ്ങനെ വലിയ വലിയ സമര പോരാട്ടങ്ങൾ വരെ നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ റമദാനിലാണ്. റമദാൻ ഒരു പോരാട്ടങ്ങളുടെ, അതായത് ഒരു വിശ്വാസിയെ സജീവമാക്കി നിലനിർത്തുന്ന ഒരു മാസം കൂടിയാണ് എന്ന് നമുക്ക് ഇത്തരം ചരിത്ര സംഭവങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഈ ഒരു ബദറിന്റെ ഒരു രംഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ വെച്ചാല്, ഈമാൻ ഉണ്ടോ എങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. നോക്കൂ, ബദറിന് മുമ്പ് ബദർ കഴിഞ്ഞ് നടന്ന ഉഹദ് യുദ്ധത്തിന്റെ ഒരു രംഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉഹദിന്റെ രണാങ്കണ ഭൂമിയിൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും തന്റെ കൂടെയുള്ള ആളുകൾക്കും ചെറിയൊരു പരാജയം നേരിട്ട യുദ്ധമാണ് ഉഹദ് യുദ്ധം. ആ യുദ്ധത്തിൽ പരാജയം നേരിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഇങ്ങനെ മടങ്ങാണ്. അവര് വിജയ ശ്രീലാളിതരായി അവരിങ്ങനെ പോവാണ്. പോകുന്ന സമയത്ത് ഒരു നേതാവ് എന്ന നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഹങ്കാരത്തോടുകൂടി മടങ്ങിപ്പോയ ശത്രു സൈന്യം, മക്കയിലുള്ള മുശ്രിക്കുകൾ ഉറപ്പാണ് അവര് മദീനയിലേക്ക് വന്നിട്ടില്ല.
മസ്ജിദുൻ നബവിയിലേക്ക് പ്രവാചകന്റെ ആസ്ഥാനത്തേക്ക് വന്നില്ല. നിങ്ങൾ മദീനത്ത് പോയാൽ അറിയാം, ഉഹുദ് മല അത് നമ്മളെ ഇതിന്റെ മദീന മസ്ജിദിന്റെ അതിന്റെ ബോർഡർ അപ്പുറത്താണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, ഒരു പക്ഷേ അവർ നമ്മുടെ ആസ്ഥാനം അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം വിജയിച്ചവരാണ്, ആ വിജയത്തിന്റെ അഹങ്കാരം അവർക്കുണ്ടാകും. അതുകൊണ്ട് നമ്മളുള്ള ആളുകൾ, ഇനി ബാക്കിയുള്ള ആളുകൾ ഒന്ന് സജീവരായി നിൽക്കണം. അങ്ങനെ പ്രവാചകന്റെ കൂടെ പരിക്ക് പറ്റി പ്രയാസപ്പെട്ട് നിൽക്കുന്ന തന്റെ സഹാബാക്കിറാമിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞത്. അവർ റെഡിയായി. അവന്റെ കൂടെ കുറച്ചാളുകൾ, പ്രവാചകൻ പ്രത്യേകം പറഞ്ഞു, ഉഹദിൽ പങ്കെടുത്തവർ മാത്രം വന്നാൽ മതി. എന്നാൽ അബൂ ത്വൽഹ, ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾക്ക് പ്രവാചകൻ ഇതിലേക്ക് വരാനുള്ള അനുവാദം കൊടുത്തു. കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവും വാപ്പയും ഈ ഉഹദിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവരുടെ വീട്ടിൽ 7 സഹോദരിമാരുള്ളത് കൊണ്ട് ഒരാൾ ഇവിടെ നിൽക്കണം. അങ്ങനെ നറുക്കിട്ടപ്പോ വാപ്പാക്കാ കിട്ടിയത്, ജാബിറിന് കിട്ടിയില്ല. അപ്പൊ ജാബിർ റളിയല്ലാഹു അൻഹു ഉഹദിലേക്ക് വരാൻ വേണ്ടി തയ്യാറായ ആള് എന്ന നിലയ്ക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിനും അനുവാദം കൊടുത്തു. അങ്ങനെ പ്രവാചകൻ പരിക്ക് പറ്റിയ ഈ ആളുകൾ, അതുപോലെ ജാബിർ റളിയല്ലാഹുവിനെ പോലെയുള്ള കുറച്ചാളുകളും വീണ്ടും ബദറിലേക്ക് തന്നെ പോയാണ്, അല്ല ഉഹദിലേക്ക് തന്നെ പോയതാണ്. ആ പോയ സന്ദർഭത്തിൽ പ്രവാചകൻ പ്രതീക്ഷിച്ചതുപോലെ, പ്രവാചകന്റെ വിളി കേട്ട് പരിക്ക് പറ്റി വന്ന ആളുകൾ അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ വീണ്ടും തിരിച്ചു വരാനുള്ള പുറപ്പാടിലാണ്. പ്രവാചകന്റെ വിളി കേട്ടതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത് എന്താണ്? അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി വലിർറസൂലി മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്. അല്ലദീന ഇസ്തജാബൂ ലില്ലാഹി, അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനും ഉത്തരം കൊടുത്ത ആളുകൾ, മിൻ ബഅദി മാ അസാബഹുമുൽ ഖർഹ്, അവർക്ക് പരിക്ക് പറ്റിയതിനു ശേഷവും, ലില്ലദീന അഹ്സനൂ മിൻഹും വത്തഖൂ അജ്റുൻ അളീമാ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു അവർ ഏറ്റവും നന്നാക്കുകയും അല്ലാഹുവിൽ സൂക്ഷ്മത പാലിക്കുകയും ചെയ്തതിനാൽ അവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. അപ്പോ ആ ഒരു പ്രവാചകന്റെ വിളി കേട്ട് പ്രയാസം നിറഞ്ഞ സന്ദർഭത്തിലും അള്ളാന്റെ റസൂലിന്റെ വിളിയാണല്ലോ, സാരല്ല എന്ന് പറഞ്ഞ് വീണ്ടും വന്ന ആ ഉഹദിലെ പങ്കെടുത്ത സഹാബികൾ, അവര് ഹംറാ അൽ അസദിലെത്തിയപ്പോ ഇവര് പ്രതീക്ഷിച്ചതുപോലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടി അവർ വരാനുള്ള പ്ലാനിങ്ങിലാണ്. ഈ മുസ്ലിം സമൂഹത്തെ ഇങ്ങനെ പരിക്കേറ്റ് പോയ അവർ വീണ്ടും വന്ന് നിൽക്കുന്നത് കണ്ടപ്പോ ശത്രുക്കൾ ഒന്ന് ഭയപ്പെട്ടു. അതിൽ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ പോലെ അതിൽ പങ്കെടുക്കാത്ത പരിക്ക് പറ്റാത്ത ആളുകളുമുണ്ട് എന്ന് ബോധ്യമായപ്പോ ഈ ആളുകൾ തിരിച്ചു പോകാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ പല ആളുകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സംഘത്തോടും പറയുന്നുണ്ട്, പോകണ്ട, നിങ്ങൾ തോറ്റുപോകും, പേടിച്ചോളി, അവർ വീണ്ടും വരും എന്നൊക്കെ ഇവര് വീണ്ടും പ്രവാചകനോടും പ്രവാചകന്റെ അനുയായികളോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെയുള്ള സഹാബത്തിന്റെ മനസ്സിലേക്ക് വന്ന സംസാരം എന്താ? വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. അവരിങ്ങനെയൊക്കെ പരിക്ക് പറ്റിയിട്ടും ആളുകൾ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയിട്ടും അവരുടെ മനസ്സിലേക്ക് വന്ന വർത്തമാനമാണ് ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത്. അല്ലദീന ഖാല ലഹുമുൻ നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. എന്തൊരു നല്ല വർത്തമാനമാണ്. അല്ലദീന ഖാല ലഹുമുൻ നാസ്, അവരോട് ജനങ്ങളെല്ലാവരും പറഞ്ഞു, ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങൾക്കെതിരായി ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇവരെ ഭയപ്പെടുത്താൻ നോക്കി. വഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെട്ടോളൂ എന്നൊക്കെ ആളുകൾ പറഞ്ഞപ്പോ പ്രവാചകന്റെ കൂടെയുള്ള പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്തും അതാ അവര് പറയാണ്, അവർക്കിത് കേൾക്കുമ്പോ ഫസാദഹും ഈമാനാ, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. മാത്രമല്ല ആ ഈമാനിന്റെ വർദ്ധനവിനനുസരിച്ച് അവരുടെ സംസാരം വരുന്നതോ വഖാലൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, ബലമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അവൻ മാത്രമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഈമാനുള്ള ആളുകൾക്ക് ഇങ്ങനെ തവക്കുൽ ചെയ്യാൻ കഴിയും.
ഉഹദിൽ പങ്കെടുത്ത സഹാബത്തിന്റെ വർത്തമാനത്തെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞ ആ പാഠമില്ലേ, ആ പാഠം തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഈമാനുള്ള ആളുകൾക്ക് തവക്കുൽ ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദറിന്റെ ഒന്നാമത്തെ പാഠമായി നമ്മൾ പഠിക്കേണ്ടത്. അതിനെന്ത് വേണം? നമ്മൾ എല്ലാ നിലക്കും നമ്മുടെ ഈമാനിനെ ശക്തിപ്പെടുത്തണം. നോക്കി, നമ്മളൊക്കെ ഈമാൻ എത്ര ദുർബലായിരിക്കും. ഇത് പരിക്ക് പറ്റിയതിന് ശേഷവും വിളിച്ചപ്പോ റെഡി എന്ന് പറയാൻ അവർ തയ്യാറായി. നമ്മൾ ഒരു രോഗം വന്ന് അതൊന്ന് മാറി വീണ്ടും അള്ളാഹ് ഒന്നുകൂടി തന്നാൽ എങ്ങനെ നമ്മൾ തുടങ്ങും. നോക്കി, നമ്മൾ അപ്പ ആവലാന്ന് പറയാൻ തുടങ്ങും. നോക്കി, എവിടെയായത്? പരീക്ഷണങ്ങളുടെ മേൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോഴും അവരുടെ ഈമാൻ ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ്. എന്നിട്ട് അവർ എന്തെങ്കിലും ഒരു ആക്ഷേപത്തിന്റെ വാക്ക് പറയുകയല്ല. ഖാലൂ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി എന്ന് പറയാൻ പ്രിയപ്പെട്ട ഇവരെ കഴിയുമ്പോഴാണ് നമ്മുടെ ഈമാൻ ശക്തമാകുക. അതായത് ഈമാൻ ശക്തമാകാൻ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, നമ്മുടെയൊക്കെ മനസ്സ് ഈമാൻ കുടികൊള്ളുന്ന എവിടെയാണ്? മനസ്സിലാണ്. ആ മനസ്സിന്റെ ശുദ്ധീകരണ പ്രക്രിയയിലാണ് നമ്മളുള്ളത്. നമ്മൾ ആ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിച്ച് ഫുജൂറും തഖ്വയുമുള്ള നമ്മുടെ മനസ്സിൽ ആ ഫുജൂറിനെ മെല്ലെ മെല്ലെ ഒഴിവാക്കിയിട്ട് തഖ്വയെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനത്തെ ആളുകൾ വിജയിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ. ആ തഖ്വയെ നമ്മൾ വളർത്തിയെടുക്കുകയാണ്. കാരണം അവിടെ ആ ഈമാൻ കൊണ്ടുവെക്കേണ്ടത്. ഫുജൂർ നിറഞ്ഞ സ്ഥലത്ത് ഈമാൻ വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ടാ നമുക്കൊക്കെ ഈമാനിൽ ഒരു കുറവെന്ന് വെച്ചാല് അത്രമാത്രം നമ്മുടെ മനസ്സിനകത്ത് ഫുജൂർ തളക്കെട്ടി നിൽക്കുമ്പോ ഈമാനിന്റെ സ്പേസ് കുറയുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശിർക്ക് ബിദ്അത്തുകളിൽ നിന്ന് മുക്തമായ ഒരു മനസ്സ്, എല്ലാത്തരം മാനസികമായ മനസ്സിന് വരുന്ന രോഗങ്ങൾ, അസൂയ, വിദ്വേഷം, വെറുപ്പ് തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ മനസ്സിനെ ബാധിക്കും. അത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ ശുദ്ധമായ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ, ശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ വരുന്നതാ ഈമാനിന്റെ ശക്തമായ ഈമാൻ. ആ ശക്തമായ ഈമാനുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ് തവക്കുൽ ശക്തമായിരിക്കുന്നത്. അത് മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ ഗുണം പറഞ്ഞെടുത്തു. അതുണ്ട്. ഏതാ യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ അല്ലദീന യുഖീമൂന സ്വലാത വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ ഉലൈക ഹുമുൽ المؤمنون حقا لهم درجات عند ربهم ومغفرة ورزق كريم. വിശുദ്ധ ഖുർആനിൽ ഒരു യഥാർത്ഥ മുഅ്മിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിന്റെ ഗുണങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു പറഞ്ഞ ഗുണങ്ങൾ ഏതൊക്കെയാണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ്, മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജലത് ഖുലൂബുഹും, അവിടെ ഹൃദയമൊന്ന് നടങ്ങും. ഒരു ബേജാറുണ്ടാവും. എന്ത്? ഏതൊരു സംഗതിയും ചെയ്യുന്ന സമയത്ത് അവൻ ആദ്യം ആലോചിക്കുന്ന വെച്ചോ, പഠിച്ചോനെ ഞാനിത് ചെയ്യുമ്പോ നാളെ റബ്ബ് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യുമല്ലോ, ഇതിലെന്തെങ്കിലും ഒരു അനീതി വന്നാൽ, ഇതിലെന്തെങ്കിലും ഒരു ന്യൂനത വന്നാൽ പടച്ച തമ്പുരാനെ ഞാൻ നാളെ മറുപടി പറയേണ്ടി വരുമല്ലോ എന്നൊരു പേടി അത് ചെയ്യുമുണ്ടാവും. പറയുന്ന സമയത്ത് പഠിച്ചോനെ ഞാൻ ഈ പറയുന്ന വാക്കുകൾ പടച്ച തമ്പുരാനെ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു ചോദ്യം ചെയ്യുമല്ലോ. ആരോടെങ്കിലും സംസാരിക്കുമ്പോ അയാൾക്ക് വിഷമമുണ്ടാക്കുന്ന, അയാളുടെ മനസ്സിനെ കുത്തി പറയുന്ന, അയാളെ മോശമാക്കുന്ന എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ പറയാൻ പോകുകയാണെങ്കിൽ അല്ലാഹുവേ എന്നുള്ള ഓർമ്മ വരുമ്പോ അദ്ദേഹത്തിന്റെ വാക്ക് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം ഓർക്കുക അവിടെ ഹൃദയത്തിന് വല്ലാത്ത പേടിയുണ്ടാകും. പടച്ച തമ്പുരാനെ ഈ വാക്കും ഈ സന്ദർഭവും ഒക്കെ നാളെ പടച്ച തമ്പുരാൻ കൊണ്ടുവരുമ്പോ ഞാൻ എന്തും മറുപടിയാണ് അതിന് പറയുക എന്ന് പേടി അദ്ദേഹത്തിനുണ്ടാകും. നിരന്തരം അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്നവനാണ്. രണ്ടാമത്
തുലിയത് അലൈഹിം ആയാതുഹു അവന് ആയത്ത് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സാദതുഹും ഈമാന അവരുടെ ഈമാൻ അങ്ങ് വർദ്ധിക്കും. അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഓക്കേ, ഒരായത്ത് ഇങ്ങനെ ഓതുമ്പോ ആയത്തെന്ന് പറഞ്ഞാൽ കലാമുള്ള അള്ളാന്റെ സംസാരമാണ്. അള്ള നമ്മളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. നമ്മളോട് ഒരാൾ വന്നിട്ട് ആശ്വാസത്തിന്റെ വർത്തമാനം പറഞ്ഞാൽ നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ എല്ലാം ചെയ്യാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് വേണ്ടതെല്ലാം തരാമെന്ന് പറയുന്ന ഒരാശ്വാസത്തിന്റെ വർത്തമാനം കേട്ടാൽ നമ്മുടെയൊക്കെ മനസ്സ് എത്രമാത്രം കുളിരനുഭവിക്കും. ഇതേപോലെ പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ പടച്ചതമ്പുരാൻ നമ്മളെല്ലാം സമർപ്പിച്ചിരിക്കുന്ന, നമുക്കെല്ലാം ചെയ്തു തരാൻ കഴിവുള്ള റബ്ബിന്റെ സംസാരമാണ് ഖുർആൻ, കലാമുല്ലാഹ്. അല്ലാഹ് നമ്മോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അന്നെ ഞാൻ ഒഴിവാക്കിയില്ല, അന്നെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല, ഞാൻ ഉണ്ടല്ലോ. ഇങ്ങനെ ആശ്വാസം തരുന്ന വർത്തമാനല്ലേ ആ ആയത്തുകൾ ഇങ്ങനെ കേൾക്കുമ്പോ, ഓരോ ആയത്തുകൾ നമ്മളിങ്ങനെ ഓതുമ്പോ, നരകത്തെ സംബന്ധിച്ചുള്ള ആയത്തോതുമ്പോ പേടിയും, സ്വർഗത്തെ സംബന്ധിച്ചുള്ള ആയത്തോതുമ്പോ വല്ലാത്ത പ്രതീക്ഷയും, പടച്ചതമ്പുരാന്റെ മഹത്വം പറയുന്ന ആയത്തുകൾ ഓതുമ്പോ കേൾക്കുമ്പോ നമ്മൾ അല്ലാഹുവിനെ കുറിച്ചുള്ള അങ്ങേയറ്റത്തെ പ്രൗഡ്, നമ്മള് നല്ല ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ ഈമാൻ എങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. ഒരു ഗുണം അതാ. ആ ഈമാൻ വർദ്ധിക്കുന്ന ആൾക്കാരാ വിശുദ്ധ ഖുർആൻ പറയാണ്, അവരവരുടെ റബ്ബിൽ തവക്കുൽ ചെയ്യുന്നവരുമാണ്. യഥാർത്ഥ മുഅ്മിനീങ്ങൾ അവരുടെ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുന്ന, ആ ഈമാനിന്റെ വർധനവനുസരിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. മാത്രമല്ല ഇനി പറയണേ, അല്ലദീന യുഖീമൂന സ്വലാത്ത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നമസ്കാരം നിർവഹിക്കുന്നവരാണ്, സകാത്ത് നൽകുന്നവരാണ്. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും ഇങ്ങനെ പറയും, ഞാനും ഉണ്ട് കേട്ടോ, ഞാനും മുസ്ലിമാ, ഞാനും മുഅ്മിനാന്നൊക്കെ പറയും. അള്ളാഹ് അങ്ങനെ പണ്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ചില അറാബികൾ മുസ്ലിങ്ങളാണ്, ഓര് വന്ന് പറഞ്ഞ് ആമന്ന, ഞങ്ങൾ അള്ളാഹുവിനെ വിശ്വസിച്ചത്. അപ്പൊ നബി പറഞ്ഞു അങ്ങനെ പറയാം. അള്ള പറഞ്ഞെടുത്താണ് നബി ഓരോട് ആമന്ന എന്ന് പറയണ്ട, അസ്ലംന പറഞ്ഞാളാ, ഒരു മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മർത്തബയിലേക്ക് എത്തണമെങ്കിൽ നല്ല പണിയെടുക്കണം. നമ്മളൊക്കെ എങ്ങനെ വിചാരിക്കും, ഞാനൊക്കെ മുസ്ലിമാ, ഞാനൊക്കെ ഇതിന്റെ ആളാ എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആകൂല. ഈ പറഞ്ഞ ഗുണങ്ങൾ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോ ആ സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളിൽ നിന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അളവുകോൽ, നമ്മുടെ പ്രവർത്തനത്തെ അള്ളാഹു അളക്കുന്നത്. അങ്ങനെ അള്ളാഹു പറഞ്ഞ ഗുണങ്ങളിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഗുണമുള്ള ആളുകളില്ലേ അവർ അല്ലാഹുവിൽ ശക്തിയുക്തം തവക്കുൽ ചെയ്യുന്ന ആളുകളാണ്. അത് മുഅ്മിന്റെ ഒരു ഗുണമാണ്. ആ ഒരു ഗുണം ഉണ്ടാക്കിയെടുക്കുന്ന ഏറ്റവും നല്ല ഒരു ആവേശം നൽകുന്ന ചരിത്രമാണ് ബദറിൽ നിന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കേൾക്കാൻ കഴിയുക. അവര് ഹൃദയം ശുദ്ധമാക്കിയ ആളുകളാണ്. നോക്കി, മദീനത്ത് നിന്ന് പോരുമ്പോ ഓല ഹൃദയം എടുത്തു. നിങ്ങൾ പകയോ വിദ്വേഷമോ ഇല്ലാത്ത മനുഷ്യർ മാത്രവുമല്ല, അവർ എല്ലാ തരത്തിലുള്ള ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും മുക്തമായ ഒരു മനസ്സാണ് അവർക്കുള്ളത്. അവർ ഉറച്ചു വിശ്വസിക്കുന്ന അല്ലാഹു എന്നത് അവർ തവക്കുൽ ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ അവർക്കറിയാം, ഞങ്ങൾ തവക്കുൽ ചെയ്യുന്നത് വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി വകഫാ ബിഹി ബിദുനൂബി ഇബാദിഹി ഖബീറാ. അവർ തവക്കുൽ ചെയ്യുന്നത് ആരുടെ മേല? അവർ ഉറച്ച ബോധ്യമുണ്ട്. അത്രയും വിശ്വാസരംഗത്ത് കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കൾ മദീനയിലേക്ക് സ്വന്തം രാജ്യം, സ്വന്തം പ്രദേശം ഒഴിവാക്കി മദീനയിലേക്ക് വന്ന മുഹാജിറുകളായ ആളുകൾ, പ്രവാചകനെ സ്വീകരിച്ച അൻസാരികളായ ആളുകൾ, അവരുടെ ഹൃദയത്രം അല്ലാഹുവിൽ സമർപ്പിച്ച ഹൃദയം.
വതവക്കൽ അലൽ ഹയ്യില്ലദീ ലാ യമൂതു, ഒരിക്കലും മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരു റബ്ബിലാണ് ഞങ്ങൾ തവക്കുൽ ചെയ്തത് എന്ന ബോധ്യമുള്ള ആളുകളാ, എല്ലാ നിലക്കും ഹൃദയം ശുദ്ധീകരിച്ച ആളുകളാണ് അവർ. അതുകൊണ്ട് ഉറപ്പല്ലേ അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. അവര് ബദറിലേക്ക് വന്നു. 313 ആളുകൾ. ചരിത്രം വിശദീകരിക്കേണ്ടതില്ല. ഈ ബദർ യുദ്ധത്തെ സംബന്ധിച്ച് ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്. അത് പറഞ്ഞുകൊണ്ട് സമയം കളയുന്നില്ല. അതിന്റെ പാഠം മാത്രം നമുക്ക് ഉൾക്കൊള്ളാം. 313 ആളുകൾ അവര് മദീനയിൽ നിന്ന് ബദറിലേക്ക് വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും വളരെ തുച്ഛാണ്. പക്ഷെ അവർക്ക് ആ ഒരു വിശ്വാസം, കറകളഞ്ഞ വിശ്വാസമുള്ള ആളുകൾക്ക്, എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ശുദ്ധമായ ഹൃദയമുള്ള ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയാണ്. അവർ ഉറച്ചു നിന്നു. 313 ആളുകളും അവിടെ ഇങ്ങനെ ഉറച്ചിരിക്കണം. അവർ പെട്ടെന്നാണ്, എന്തിനാ അവർ പോയ? യുദ്ധം ചെയ്യാൻ പോയല്ലോ. അബൂ സുഫിയാനും സംഘത്തെയും ആ കച്ചവട ചരക്കുകൾ തടഞ്ഞിട്ടില്ല എങ്കിൽ അത് വിറ്റ് വന്നിട്ട് ആ പണം ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങിയിട്ട് ഈ മുസ്ലിം പാവങ്ങളായ ഈ മുസ്ലിങ്ങളെ കൊന്നൊടുക്കും. അതിനെ തടയുക എന്ന ലക്ഷ്യം മാത്രം ഉദ്ദേശിച്ചു പോയ ആളുകളാണ്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. ഇവനെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് 2 കുതിരകളും കുറച്ച് ഒട്ടകങ്ങളുമാണ്. ആയുധം എന്ന് പറഞ്ഞ ഏതോ 1-2 ആളുകളുടെ വാളുണ്ട്. ആ വാളിന് മൂർച്ചയില്ലാത്ത വാളുമാണ്. ബാക്കിയൊക്കെ ഒന്നുമില്ലാത്ത ആളുകൾ. ആ ആളുകൾ ബദറിലെത്തി നിൽക്കുമ്പോ അപ്പുറത്ത് വരുന്നത് അബൂ സുഫിയാൻ അല്ല, രംഗന്മാരിലെ അബൂ സുഫിയാൻ വേറെ വഴിക്ക് പോയിട്ടുണ്ട്. പക്ഷെ അബൂജഹലും കൂട്ടരും ഇതറിഞ്ഞു. പ്രവാചകൻ നമ്മുടെ കച്ചവട സംഘത്തെ തടുക്കും എന്നറിഞ്ഞപ്പോ അത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓരോ വീട്ടിൽ നിന്നും ഓരോ ഷെയർ കൊടുത്തിന്. പെണ്ണുങ്ങളുടെ ആഭരണം ഒക്കെ എടുത്തു കൊടുത്തതിന്. കാരണം എന്താ? ഇത് വിറ്റ് കിട്ടിയിട്ടുള്ള ലാഭം ഏറ്റവും വലിയ ഒരു പ്രവർത്തനത്തിന് മുഹമ്മദിനെയും കൂട്ടരെയും വകവരുത്തണം. അതിനുവേണ്ടി എല്ലാരും എല്ലാവരും ഷെയർ കൊടുത്തനും. ഇത് കേട്ടപ്പോ മക്കത്തുള്ള എല്ലാരോടും പോന്നു. കാരണം ഞങ്ങളുടെ മുതൽ മുക്കന്തിയും ഈ മുഹമ്മദ് നശിപ്പിക്കല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പെണ്ണുങ്ങളും ഒക്കെ പോന്നു അബൂജഹലിന്റെ കൂടെ. പക്ഷെ അബൂ സുഫിയാൻ മറ്റൊരു വഴിക്ക് രക്ഷപ്പെട്ടു. പക്ഷെ വന്നതാരാ? മക്കയുടെ കരളിന്റെ കഷ്ണങ്ങൾ. പ്രവാചകനോട് അല്ലാഹു പറയാണ്, പ്രവാചകരെ നിങ്ങൾക്കിതാ ബദറിൽ മക്കയുടെ കരളിന്റെ കഷ്ണങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ സംഗതി കരളിന്റെ കഷ്ണമൊക്കെയാണ്. പക്ഷെ നമ്മളടുത്തൊന്നുമില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നിരാശപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂല് കൃത്യമായി ഒരു പ്ലാനിങ്ങോടുകൂടി വീണ്ടും പ്രവർത്തിക്കുകയാണ്. അവിടെ എത്ര ആളുകൾ ഉണ്ട് എന്ന് പ്രവാചകൻ അറിഞ്ഞത് അവിടെ ഒരാളെ പറഞ്ഞയച്ചു. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറഞ്ഞു. അവിടെ പോയപ്പോ ഒരു ദിവസം 9-10 ഒട്ടകങ്ങൾ അറക്കുന്നത്. അപ്പൊ ഒരൊട്ടകം 100 ആള്. അപ്പൊ അള്ളാന്റെ റസൂൽ ഇങ്ങനെ കൂട്ടിയാവും. ഓരോ 100 ആളെങ്കിൽ 900, 1000. അപ്പൊ 900-ന്റെയും 1000-ന്റെയും അടുത്ത ആളുകൾ അവിടെ ഉണ്ട്. ഇവിടെ 303 ഇരട്ടി ആളുകൾ അവിടെ ഉണ്ട്. നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ നിലക്ക് നോക്കിയാലും ദുർബലതയുള്ള ഒരു ഭാഗമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂട്ടരും. എന്നിട്ടും പ്രവാചകനും സുഹാബത്തിനും ഒരു ഭയപ്പാടുണ്ടായില്ല. ഒരു വല്ലാത്തൊരു രംഗത്ത് പ്രതീക്ഷിക്കാതെ ഒരു ശത്രു മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോ, ശത്രുവാണെങ്കിലോ എല്ലാ നിലക്കും യുദ്ധത്തിന് ഒരുങ്ങി വന്ന ആളുകൾ, അവർ യുദ്ധത്തിന് ഒരുങ്ങി വരിക മാത്രമല്ല എല്ലാ നിലക്കും ആവേശമുണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളെ വരെ കൊണ്ടുവന്നിട്ടുള്ള ആളുകളാ. ആവേശം കൊള്ളിക്കുന്ന സ്ത്രീകളുണ്ട്, മദ്യമുണ്ട്. അങ്ങനെ അവരെല്ലാ നിലക്കും സന്തോഷഭരിതരായി നിൽക്കുകയാണ്. ആ ആളുകളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് വന്നത്. പ്രവാചകനാണെങ്കിലോ ദുർബലരായ കുറച്ചാളുകളുമാണ്. എന്നാലും പ്രവാചകൻ ഉറച്ചു നിന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന രംഗമുണ്ട്. ആദ്യം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്. ഇവരുടെ ഈമാനിനെ പരീക്ഷിക്കാനുള്ള ഒരു പരീക്ഷണത്തിലാണ് അവരുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ ആദ്യം തന്റെ സഹാബത്തിനെ നോക്കിയിട്ട് ഒരു കൂടിയാലോചന നടത്തുകയാണ്. മുഹാജിറുകളുടെ കൂട്ടത്തില് പ്രവാചകൻ ചോദിച്ചു, അല്ല മുഹാജിറുടെ നിലപാട് അറിയണം. ഇതൊരു ഘട്ടമാണ്. എല്ലാവർക്കും ഉണ്ടാവും ഇങ്ങനെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നിലപാടറിയാം.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിറുടെ അടുത്തേക്ക് പോയി. ആ മുഹാജിറുകളെ നയിക്കുന്നത് ആരാണ്? മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആണ്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ ചോദിച്ചു, മിഖ്ദാദ്, എന്താണ് നിങ്ങളുടെ നിലപാട്? പ്രവാചകനോട് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനു ഇസ്രായീൽ. ബനു ഇസ്രായീൽ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയൂല പ്രവാചകനെ. ധൈര്യമായിട്ട് ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹുനാ ഖാഇദുൻ എന്നാണല്ലോ ബനു ഇസ്രായേലിലെ ആളുകൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞെന്താ? ഇദ്ഹബ് അൻത വറബ്ബുക, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക. ഇന്നാ ഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാം. അല്ലാഹുവിന്റെ റസൂലേ, ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഞങ്ങൾ അത് പറയുകയില്ല, മറിച്ച് വലാകിൻ ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ മഅകും മുഖാതിലൂൻ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തുകൊള്ളുക, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും പ്രവാചകരെ എന്ന് മുഹാജിറുടെ ഭാഗത്ത് നിന്ന് പ്രവാചകന് ശക്തമായ ഒരു പിന്തുണ ലഭിക്കുകയാണ്. ഒരു പ്രതിസന്ധി വന്നപ്പോ നമ്മൾ പോണോ ഒരു സംശയം, അല്ല നമ്മളിനി ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്കുമല്ല, അതൊന്നും ഒരു പിന്മാറ്റം ഇല്ല. മുഹാജിറുകളുടെ നേതാവ് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളുകളോട് അഭിപ്രായം ചോദിച്ചിട്ട് പ്രവാചകന് കൊടുക്കുന്ന മറുപടിയാണ് പ്രവാചകന് വല്ലാത്ത ആശ്വാസം. അടുത്തത് അൻസാറുകൾ അടുത്തേക്കാണ്. അൻസാറുകൾ അന്ന് നയിക്കുന്ന സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദിന്റെ അടുത്തേക്ക് പോയി. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പ്രവാചകൻ പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള ആളുകളുമായി കൂടിയാലോചിച്ചിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് ഞങ്ങളെ വിശ്വസിച്ചാണ് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ എന്തും ത്യജിച്ച് ഞങ്ങൾ സംരക്ഷിക്കുന്നതാണ് എന്ന്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ ബഹറിലേക്ക്, കടലിലേക്കാണ് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ അവിടേക്ക് ഇറങ്ങാൻ പറഞ്ഞാലും ഞങ്ങൾ അവിടേക്ക് റെഡിയാണ്. എവിടേക്കാണോ നിങ്ങൾ ഞങ്ങളോട് ഊളിയിട്ട് പോകാൻ പറയുന്നത് അവിടേക്ക് ഞങ്ങൾ പോകും. ഒരാൾ പോലും പ്രവാചകരെ ഞങ്ങളിൽ നിന്ന് പിന്നോക്കം പോകുന്ന ഒരവസ്ഥയില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു പ്രതിസന്ധി വന്നപ്പോ, ഒരു പ്രയാസം വന്നപ്പോ അവിടെ സംശയമില്ലാതെ ഉറച്ചു നിന്ന് അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച് തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ടീമിനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇന്ന് ആലോചിക്കും, നമ്മുടെ ഒരു അവസ്ഥ ആലോചിക്കും. ഈ ഒരു പാഠവും നിന്നുകൊണ്ട് നമ്മുടെ അവസ്ഥ ആലോചിക്കും. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മൾ പറയണ്ട, ആദ്യം നമ്മൾ പറയാ, എന്താ റബ്ബ് ഇങ്ങനെ? നമസ്കരിക്കുന്നവരാണ്, സക്കാത്ത് നൽകുന്നവരാണ്, ദീനീ സേവനം ചെയ്യുന്ന ആളുകളാണ്, അല്ലാഹുവേ നിന്റെ ദീനിനു വേണ്ടി അങ്ങേയറ്റം പ്രവർത്തിക്കുന്നവരാ, എന്താ എന്നിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ പറയും. പിന്നെ ചില ആളുകൾ പരീക്ഷണത്തിന്റെ മേൽ പരീക്ഷണങ്ങൾ വരുമ്പോ പറ്റ ഈമാനൊക്കെ എന്ത് ചെയ്യാണ്? ഒഴിവാക്കണം. ചിലർ പറയാണ് എന്ത് ദീന് മതി എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്ന ആളുകളെയും കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും നമുക്ക് എന്താ വെച്ചോ, നമുക്ക് ഈ കാനേശുമാരി മുസ്ലിങ്ങളെ പോലുള്ള കുറെ മുസ്ലിങ്ങളാ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇല്ലെങ്കിലോ എല്ലാവരും ഇറങ്ങി ബസ്സിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ ഡോറിനടുത്ത് കയറിപ്പോ. നല്ലോണാണ് ഓനാ ഉണ്ടാവും, ഇല്ലെങ്കിൽ ഓൻ ഇറങ്ങിപ്പോവും. അക്കോലത്തിലുള്ള ഒരു ഡോറിനടുത്ത് വന്നിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരു സമൂഹം വന്നു കഴിഞ്ഞാൽ അവർക്ക് സഹായം ഉണ്ടാവില്ല. ഖുർആൻ അവരെ പറ്റി പറയുന്നതാ, അല്ലാഹുവിനെ ഒരു ഹർഫിൽ വെച്ച് ആരാധിക്കുന്നവരുണ്ട്. എന്തെങ്കിലും ഒരു ഖൈറാണ് അവൻ ഉണ്ടാകുന്നതെങ്കിൽ അവൻ സമാധാനത്തോടെ അവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു പരീക്ഷണം ബാധിച്ചാലോ വാക്ക് കൊടുത്തനതാ, ആ നിന്ന കാലിന് അവൻ അങ്ങനെ തന്നെ പിന്നോട്ട് പോയി ചെയ്യും.
ചില ആൾക്കാർ എങ്ങനെയാ പള്ളിയിൽ എന്തോ കിട്ടുകയാണെങ്കിൽ ഓൻ അതിന്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഈ പള്ളിന്റെ ആളാണ്, നമ്മൾ നിങ്ങളെ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു പരീക്ഷണം ബാധിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് ചില എന്താ പറയാ അതിന്റെ വരുമാനത്തിൽ കുറച്ച് കുറഞ്ഞ് അല്ലെ ചില സഹായങ്ങളൊക്കെ നിന്ന് ഒക്കെ ആകുമ്പോ സഹായമൊന്നുമില്ലേ നമ്മളില്ല എന്ന് പറഞ്ഞ് ഓല് പോവുകയും ചെയ്യും അല്ലേ. എന്തെങ്കിലും ഒന്ന് വരുമ്പോ കിട്ടുമ്പോ ഓനുണ്ടാവും, ഇല്ലാത്തപ്പോ ഓരിറങ്ങിപ്പോവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു പറയാണ് ദുനിയാവും ആഖിറത്തിലും നഷ്ടമാണ്. അവർക്ക് വ്യക്തമായ നഷ്ടമാണ് അവർക്കുണ്ടാകുക. ഇത്തരം ഒരു മുഅ്മിനാകാനല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു ആവശ്യപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വരണം. പൂർണ്ണമായിട്ട് വരണം. ബദരീങ്ങളെ അവരിങ്ങനെ വക്കത്ത് നിൽക്കുന്ന ആൾക്കാരല്ല. അവര് അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഒരു ഹർഫിൽ വന്ന് നിൽക്കുന്ന ആൾക്കാരല്ല. അവർ ഈ ആയത്തിന് ഏറ്റവും യോജിച്ച ആളുകളാ. യാ അയ്യുഹല്ലദീന ആമനൂ ദുഖുലൂ ഫിസ്സിൽമി കാഫ. നിങ്ങൾ അല്ലാഹുവിലേക്ക് പൂർണ്ണമായി വരണം. വലാ തത്തബിയു ഖുതുവാതി ശൈത്താൻ. ശൈത്താന്റെ കാൽപാദങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. അവൻ ഏറ്റവും വലിയ ശത്രുവാണ്. അല്ലാഹുവിനെ ഇഷ്ടം പടച്ചവനാണ് ഏറ്റവും വലുത്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഇഷ്ടത്തിനാണ് ഏറ്റവും പ്രാമുഖ്യം. നമ്മളിപ്പോ എങ്ങനെയല്ലേ നോക്കി, റമദാനിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പലതും നമ്മുടെ മുമ്പിലുണ്ട്. വിഭവ സമൃദ്ധമായ ആഹാരം, അല്ലാഹു പറഞ്ഞ രൂപത്തിൽ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് വാങ്ങിയിട്ടുള്ള ഭക്ഷണം വീട്ടിലുണ്ട്. പക്ഷെ അത് കഴിക്കില്ല. എന്തേ? റബ്ബ് പറഞ്ഞു, എന്റെ റബ്ബ് പറഞ്ഞു പകല് കഴിക്കാൻ പറ്റൂല. അപ്പൊ അല്ലാഹുവാണ് വലിയവൻ. അല്ലാഹു അക്ബർ. അത് പറയുന്നത് പോലെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ അങ്ങനെ വരണം. ഈ രൂപത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് വരണം. അല്ലാഹുവിന് വേണ്ടിയാകണം എല്ലാം. സ്നേഹിക്കുന്നത് അല്ലാഹുവിന്, കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, തടയുന്നത് അല്ലാഹുവിന് വേണ്ടി. അങ്ങനെയുള്ള ആളുകളാണ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. ഈമാൻ പൂർണ്ണമായ ആളുകൾ. ആ ഈമാന്റെ പൂർണ്ണതയിലേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെ എത്തേണ്ടത്. അതാണ് ബദരീങ്ങൾ നൽകുന്ന ഒന്നാമത്തെ പാഠമാണ്. ഈമാനുണ്ടോ? അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. അങ്ങനെ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സഹായം അർപ്പിക്കും. നമുക്ക് പലപ്പോഴും പലതും കിട്ടുന്നില്ലെങ്കിൽ നോക്ക ഈമാനിന്റെ അളവ് എത്ര ഉണ്ട്. നമ്മള് പ്രാർത്ഥിച്ചിട്ട് കിട്ടില്ല. പലതും പ്രാർത്ഥിച്ചിട്ട് കിട്ടില്ല. എന്നാല് പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുക 3 രൂപത്തിലാണ്. ഒന്ന് അപ്പം തരും, അല്ലാഹുവാണ് നൽകുന്നവൻ. അല്ലാഹ്ക്ക് അറിയത് കൊടുത്താല് അപകടമാണോ അല്ലേന്ന്. ചിലപ്പോ പ്രാർത്ഥിച്ചാൽ അപ്പം കിട്ടൂല, ചിലപ്പോ അപ്പം തന്നെ തരും. ഒന്ന് അല്ലെങ്കിൽ എന്ത് ചെയ്യും, കുറച്ച് അവന് ഒരു കിട്ടിയാൽ ഏറ്റവും ഉപകരിക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സന്ദർഭത്തിലേക്ക് അല്ലാഹു മാറ്റിവെക്കും, അല്ലെങ്കിൽ പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. വിശ്വാസിക്ക് നിരാശപ്പെടേണ്ടയില്ല. എന്നാലും ചില ആളുകൾ എത്രയായിട്ട് പ്രാർത്ഥിച്ചാൽ കിട്ടൂല. എന്താണ്? അവന് ആ പ്രാർത്ഥിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്ന നെഞ്ചില്ലേ, നല്ല വൃത്തിയാക്കി ശുദ്ധമാക്കി ഒതൊക്കെ എടുത്ത കൈയാണ്. പക്ഷെ ആ കൈ വെക്കണ എവിടെയാണ്? നെഞ്ചത്താണ്. ആ നെഞ്ചിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ഭയങ്കര പകയും വിദ്വേഷമുള്ള നെഞ്ചുമായിട്ടാണ് എവിടെ നിൽക്കണേ? റബ്ബിന്റെ മുമ്പിൽ. കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നെഞ്ചത്ത് കൈ കെട്ടാൽ ഓന് നെഞ്ചിൽ പള്ളന്റെ താഴേക്ക് കൈ വലിച്ച അപ്പം മുളകനാക്കും. ആ നിസ്കാരത്തിൽ ആരെ വന്നാലും അങ്ങനെ ചൂടാകണ മനുഷ്യൻ. പക്ഷെ നെഞ്ചിന്റെ ഉള്ളിൽ എന്താ? ഒരാളെ കണ്ട മറ്റോ കണ്ടാ എന്ത് ചെയ്യും? ഓൻ വരുന്നുണ്ട്, സലാമില്ല, ഇങ്ങനെ തിരിഞ്ഞു കളിക്കുന്ന ആളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാര്യമില്ല. നമുക്ക് വേണ്ടത് ഇസ്തക്മലൽ ഈമാൻ. ബദരീങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന പാഠം അതാണ്. ഏറ്റവും ശുദ്ധമായ ഹൃദയം, അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരം, അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു വിചാരം, പടച്ച തമ്പുരാനിലേക്ക് എല്ലാം സമർപ്പിക്കുന്ന ഒരു മനസ്സ്. ആ മനസ്സോടുകൂടി നമ്മളൊരു മാർഗത്തിലുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ പടച്ച തമ്പുരാൻ റെഡിയാണ്. ഉറപ്പല്ലേ?
അള്ളാഹ് അത്രയേറെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന് ഇങ്ങനെ അള്ളാഹിന്റെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ അള്ളാഹ് കൈവിടുമോ? ഇല്ലല്ലോ. അള്ളാഹ് പറയണ്ടേ, അങ്ങനെങ്ങാനും നിങ്ങൾ കൈ ഉയർത്തിയാല് ആ കൈ ഇങ്ങനെ പൂജയാക്കിയിട്ട് വിടുകയെന്നുള്ളത് എനിക്കൊരു മോശമാണ്, എനിക്കൊരു ലജ്ജാണ്. ഞാൻ അങ്ങനത്തെ ഒന്നും അങ്ങനെ വെറുതെ വിടുക, എന്തെങ്കിലും ഒന്ന് അള്ളാഹ് തരുന്ന. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ നൽകുന്ന ഈ ഒന്നാമത്തെ പാഠം നമ്മൾ മനസ്സിലാക്കുക. ഈമാൻ നമ്മൾ ശക്തമാക്കുക. ഈമാൻ ശക്തമാക്കാൻ ഒരു മാർഗം എന്താ? ഇന്ന് നമ്മൾ നോക്കി, നമ്മളെ മുഖത്തൊക്കെ നോക്കി വല്ലാത്ത ഒരു ഈമാൻ കാണില്ലേ? എന്തുകൊണ്ടാ? നമ്മൾ ഈമാൻ ശക്തമാക്കുന്ന ഒരു സാധനം നമ്മൾ എടുത്ത് റമദാനിൽ എന്തിന്? ഖുർആൻ. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമാക്കാൻ പറ്റിയ ഒരേ ഒരു മരുന്ന്. ഇപ്പൊ നമ്മുടെ ആധുനിക കാലഘട്ടത്തില് കുട്ടികളെ എങ്ങനെ നന്നാക്കും, യുവാക്കളെ എങ്ങനെ നന്നാക്കും, പഠിച്ചോനെ ഇത് ഈ കുട്ടികളൊക്കെ പോക്ക എങ്ങോട്ടാ എന്ന് പറഞ്ഞ് ബേജാറാകുന്ന ചില ആളുകളുണ്ട്. എന്തുകൊണ്ടാ ഇതുണ്ടായത്? ഞാൻ ഈ വിഷയത്തിൽ നിന്ന് അല്പം മാറി ഒരു കാര്യം പറയാൻ. എന്തുകൊണ്ടാ ഇത് ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടോ? കുറച്ചു മുമ്പ് നമ്മൾ എന്തേ പറഞ്ഞേ ക്യാമ്പസിലേക്ക് ഒരു പെണ്ണ് മഫ്തട്ട് വന്നപ്പോ, എന്തിനാണ് പെണ്ണ് നീ ഇങ്ങനെ കെട്ടിപ്പൂട്ടി ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാതെ നീ ഇങ്ങനെ നടക്കുന്നത് എന്തിനാ? നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ്, നിങ്ങൾ സ്വതന്ത്രരായി വിഹരിച്ചുകൊള്ളൂ. ആരാ നിങ്ങളെ നിയന്ത്രിക്കുന്നത്? 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ നിയമമാണോ 21-ാം നൂറ്റാണ്ടിലെ AI വന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ നിങ്ങളല്ലാതെ മറ്റാരാണ് ഇങ്ങനെ നിയന്ത്രണത്തോടു കൂടിയുള്ള ഒരു കെട്ടിപ്പൂട്ടിയുള്ള ജീവിതം ജീവിക്കുക? അതുകൊണ്ട് നീ സ്വപ്നം കാണുന്ന അതിരുകളില്ലാത്ത ലോകത്തേക്ക് നീ സ്വതന്ത്രയായി വിഹരിച്ചോ എന്നിങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ പറയല്ല, അങ്ങനെ വിട്ടാൽ അത് അരാജകത്തുണ്ടാവും. പറയുന്ന നമ്മളെ കളിയാക്കി ഇവന്മാർ പിന്തിരിപ്പന്മാർ, മതത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ മതത്തിന്റെ ആളുകൾ അവര് പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നവരാ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ആളുകൾ ഇപ്പൊ പറയാനുണ്ട്. എന്താ ചെയ്യാ? നമ്മളെ കുട്ടികളെ പോക്കണ്ടില്ലേ, നമ്മളെ യുവാക്കളെ പോക്കണ്ടില്ലേ? അവരോടൊക്കെ പറയാനുള്ളത്, വിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് ഈമാൻ ഉണ്ടാക്കി തന്ന വിശുദ്ധ വേദഗ്രന്ഥമുണ്ടല്ലോ, ആ വേദഗ്രന്ഥത്തിലേക്കുള്ള തിരിച്ചുപോക്ക് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിന് പരിഹാരം. നിയമങ്ങളെ കൊണ്ട് ഇതിനെ പരിഹരിക്കാൻ കഴിയുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഇവരെ ശമിപ്പിക്കാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഇതിനേക്കാൾ മോശമായ ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റിയത് ഖുർആൻ കൊണ്ടാ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ഏറ്റവും വഴികെട്ട ഒരു സമൂഹത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കൊണ്ട്, ഖുർആൻ ഓതി അവരുടെ മനസ്സിനെ വൃത്തിയാക്കി അവരെ ഏറ്റവും സ്ഫുടം ചെയ്തെടുത്ത മനുഷ്യരാക്കി മാറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതല്ലാതെ ലോകത്തൊരു മരുന്നില്ല. അപ്പൊ നമ്മളെ മക്കളെ ഇതിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളെന്താ ചെയ്യണ്ട്? മോനോട് ചോദിച്ചു നോക്കണം, ആയത്തുൽ കുർസിയുടെ മഹത്വം മോൻ അറിയോ? ഇപ്പച്ചി ആയത്തുൽ കുർസി എന്നൊരു അങ്ങനെ സാധനം എന്ന് ചോദിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കഥ. സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം മകനറിയുമോ, മകൾക്കറിയുമോ എന്ന് രക്ഷിതാക്കളെ നിങ്ങൾ അതിനെ സംബന്ധിച്ച് ബോധവാന്മാരാകണം. നമ്മുടെ ഈ ഖുർആനെ സംബന്ധിച്ച് മക്കൾക്ക് ബോധമുണ്ടോന്ന് നമ്മൾ നോക്കണം. അങ്ങനെ ബോധമുണ്ടെങ്കിൽ ഏത് സംഗതി, ഏത് വലിയ മാഫിയ വന്നാലും അതിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കും അവന്റെ മനസ്സിലേക്ക് ആയത്തുകൾ വരും. ഒരു മദ്യത്തിന്റെ കുപ്പി അവന് കൊടുക്കുന്ന സന്ദർഭത്തിൽ അവന്റെ കൈകളിൽ അത് വാങ്ങാൻ കഴിയില്ല. അവനിലേക്ക് ആയത്ത് വരും, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പടച്ചതമ്പുരാനെ, ഞാൻ ഈ കാണുന്നതും ഞാൻ ഈ കേൾക്കുന്നതും ഞാൻ ഈ വിചാരിക്കുന്നതും ഈ സന്ദർഭവുമെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടും. ആയത്ത് ഇങ്ങോട്ട് വരുമ്പോ ആ കുപ്പി വാങ്ങുന്നത്, ആ ഗ്ലാസ് വാങ്ങുന്നത് തട്ടി മാറ്റും. എന്താ വേണ്ടേ? മക്കളെ മനസ്സിൽ ആ ആയത്തുണ്ടോ, ഖുർആനുണ്ടോ നോക്കണം. ബാക്കി എല്ലാത്തിനും സമയം നമുക്ക്. ഒരു 6 മാസത്തെ ഡിപ്ലോമ കോഴ്സിന് പറഞ്ഞേക്കാൻ ഇമ്മച്ച് റെഡിയാണ്, ഇപ്പച്ച് റെഡിയാണ്, അതിന്റെ പൈസ കൊടുക്കാൻ റെഡിയാണ്, എല്ലാം റെഡിയാണ്. വർഷങ്ങളോളം ഉള്ള സെമസ്റ്റർ ഡിഗ്രികൾ, PG, PhD, MBBS, എഞ്ചിനീയറിംഗ് ഒക്കെ നമ്മൾ റെഡിയാണ്. എത്ര വേണ്ടേ?
എത്ര എവിടെയാ ആ കോഴ്സ് ഉള്ളത്? നമ്മുടെ നാട്ടിലല്ല, വിദേശത്താണ്, അന്യനാട്ടിലാണ്. അവിടേക്ക് നമ്മൾ പറഞ്ഞേക്കും, അവിടെ നമ്മൾ റൂം എടുത്തു കൊടുക്കും, അവർക്ക് വേണ്ട പണം നമ്മൾ കൊടുക്കും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അവന്റെ ജീവിതം തന്നെ മാറ്റുന്ന 3 ദിവസത്തെ ക്യാമ്പുണ്ട് എന്ന് പറയുമ്പോ അവന് അങ്ങനത്തെ സ്ഥലത്തൊന്നും കിടക്കാറില്ല, അവന് ഈ ബെഞ്ചിലൊന്നും കിടക്കാറില്ല, അവന് ഈ ഭക്ഷണം പറ്റുകയില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ന്യായം പറഞ്ഞിട്ട് അതിന് ഒഴിവാക്കും. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാലും ഉപകരിക്കാത്ത സർട്ടിഫിക്കറ്റാ. ഈ 3 ദിവസം കൊടുക്കുന്ന സർട്ടിഫിക്കറ്റോ, 3 ദിവസം കൊടുക്കുന്ന മരിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന സർട്ടിഫിക്കറ്റാ. അങ്ങോട്ട് പോകാൻ കുറച്ചു മടിയാ. ഞാൻ നമ്മുടെ വിഷയം മാറിയല്ല, ഞാൻ ആ കാര്യം ഒന്ന് ഉണർത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ യുവാക്കൾക്ക് അതിനുള്ള സംരംഭങ്ങൾ, ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരെ നോക്കി ഇങ്ങനെ ദീനിയായ പഠനവും കാര്യമൊക്കെ നല്ല ശ്രദ്ധിക്കുന്ന ഒരു മഹല്ലാത് അൽഹംദുലില്ലാഹ് ഇവിടെ ഉണ്ടാകും എന്നാണ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ സ്ത്രീകളെ, സഹോദരങ്ങളെ, നിങ്ങൾ പറയണം, വെക്കണം, നമ്മുടെ മക്കൾക്ക് ഏറ്റവും ആധുനിക രൂപത്തിലുള്ള ഖുർആന്റെ പഠനം ഇവിടെ ഉണ്ടാകണം എന്ന് നമ്മൾ പറയുകയും, എന്താ അതിന് വേണ്ടേ, എന്താ സാമ്പത്തികമാണോ, എന്താ സൗകര്യമാണോ, ഞങ്ങൾ ചെയ്തു തരാം എന്ന് ഈ മഹല്ല് കമ്മിറ്റിനോട്, KNM-നോട്, ISL-നോട് നമ്മൾ പറയണം, കൊടുക്കണം. അത് കൊടുത്തില്ലേ നമ്മൾ മയ്യത്ത് ഇങ്ങനെ കിടക്കുമ്പോ നമ്മുടെ തലന്റെ ഭാഗത്തുണ്ടാവില്ല. നമ്മളത് കൊടുത്തു കഴിഞ്ഞാലോ നമ്മളിങ്ങനെ കിടക്കുമ്പോ ഇപ്പച്ചി കിടന്നോളി, ഉമ്മച്ചേ കിടന്നോളി, പ്രയാസപ്പെടേണ്ടതില്ല, ദിക്ർ ചൊല്ലി കിടന്നോളി. ഒരു മകൻ വന്നുകൊണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ തടവിയിട്ട് നമ്മളോട് പറയുകയാണ്, ഉപ്പാ ഉമ്മ ദിക്ർ ചൊല്ലി കിടന്നോളി, ഉപ്പയുടെ മകനുണ്ട് ഇവിടെ, മകളുണ്ട് ഇവിടെ, പേടിക്കേണ്ടതില്ല എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അതിനേക്കാൾ വലിയ സമ്പാദ്യം മറ്റൊന്നില്ല. നമുക്ക് ആശ്വാസം പകരാൻ മക്കൾ ഇങ്ങനെ നിന്നിട്ട് നമ്മളെ തലോടിയിട്ട് ഒരാളും നമ്മളെ സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടത്തില് മക്കൾ നമ്മളെ അടുത്ത് നിന്നിട്ട് ദിക്ർ ചൊല്ലാനും ഖുർആൻ പാരായണം ചെയ്യാനും ഒക്കെ അവരുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതാ നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യം. കിട്ടണമെങ്കിൽ ഇത് വേണം. ഞാൻ പറഞ്ഞത് ഈമാനിനെ ശക്തമാക്കാനുള്ള ഒരു മാർഗം ഖുർആനാണ്. ആ ഖുർആൻ എടുത്തപ്പോ എന്തുണ്ടായി നോക്കി, ഖുർആൻ എടുത്തപ്പോ എന്തൊരു ആശ്വാസം, മനസ്സിന് വല്ലാത്ത ഭാരം കുറഞ്ഞ മാതിരി. 2-3 ആളുകളോട് പറയാണ്, പള്ളിയിൽ ഇങ്ങനെ ഇരുന്നപ്പോ ഒരു പറയാണ്, ഇപ്പൊ എന്താ അറിയില്ല, റമദാൻ ആയപ്പോ ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു ഉഷാറുണ്ട്. എന്ത് ഒന്നും ചെയ്തിട്ടല്ല, ശഅബാനിലില്ലാത്ത എന്തോ ഒന്ന് ചെയ്തിട്ടല്ല, അവർ ചെയ്തത് ഖുർആൻ എടുത്ത് ഓതിയപ്പോ ഹൃദയത്തിന് വല്ലാത്ത സമാധാനം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈമാൻ ശക്തമാക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ഉണ്ടായി എന്നാണ്. രണ്ടാമത്തെ ഒന്ന്, നമ്മളെ പ്രാർത്ഥന നമ്മൾ നിർവഹിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്. ബദരീങ്ങൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠം എന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഏതൊരു സന്ദർഭത്തിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. ഉറപ്പാണ് ആ റബ്ബ് എന്റെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകും എന്ന് ഉറപ്പുണ്ടാവണം. ഈ രണ്ടുണ്ടാകണം. റബ്ബിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഒരു പ്രതീക്ഷ അല്ലാതെ ഞാൻ കുറെ കാലം പ്രാർത്ഥിക്കുന്നു, ഇത് കിട്ടൂല, എന്നാലും അവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെ അല്ല. എന്റെ റബ്ബാണ്, എന്റെ റബ്ബ് എനിക്ക് തരും എന്നത് ഉറപ്പാണ്. അതുകൊണ്ടാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദറിന്റെ തലേ ദിവസം ശത്രുക്കളുടെ സൈന്യത്തിന്റെ എണ്ണം മനസ്സിലാക്കിയപ്പോ അള്ളാന്റെ റസൂല് പ്രാർത്ഥനയില, അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥനയില, ഈമാൻ ഉറച്ച അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകൻ തന്റെ തട്ടം, തന്റെ തോളിലിടുന്ന തട്ടം താഴേക്ക് വീണു പോയിട്ടുണ്ട്. കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുമ്മ ഇന്നക ഇൻ തുഖ്രിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാമി ഫലം തുഅബദു ഫിൽ അർളി അബദാ. അല്ലാഹുവിന്റെ റസൂല് ആത്മാർത്ഥമായി പടച്ചതമ്പുരാനോട് നമസ്കരിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. തന്റെ തട്ടം വീണുപോയത് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയുന്നില്ല. അല്ലാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഐനമാ വഅതനി, പടച്ചതമ്പുരാനെ എന്നോട് ചെയ്ത വാഗ്ദാനം എവിടെയാണ്? അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, എന്നോട് ചെയ്ത വാഗ്ദാനം പൂർത്തീകരിക്കണേ. അല്ലാഹുമ്മ ഇൻ തുഖ്രിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുവേ ഈ
ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നശിപ്പിച്ചു കഴിഞ്ഞാൽ മിൻ അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ആളുകളിൽപ്പെട്ട ഈ സംഘത്തെ എങ്ങാനും നശിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവേ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ഒരു കൂട്ടരുണ്ടാവില്ല. അതുകൊണ്ട് റബ്ബേ ഞങ്ങളെ സഹായിക്കണേ. അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ നീണ്ടു പോവാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ തട്ടം താഴെ വീണു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ആ തട്ടം എടുത്തിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണ്ടേ, യാ നബിയല്ലാഹ് കഫാക മുനാശദതുക, പ്രവാചകരെ അങ്ങയുടെ സംസാരം, അല്ലാഹുവിനോടുള്ള സംസാരം മതി പ്രവാചകരെ, അങ്ങയുടെ സംസാരം വിത്തറന്നും. നിന്നോട് നിന്റെ റബ്ബ് നൽകിയ വാഗ്ദാനം ഉറപ്പായിട്ടും പാലിക്കും. അതുകൊണ്ട് പ്രവാചകരെ മതി, നമ്മളെ അല്ലാതെ പിന്നെ ആരാണ് അല്ലാഹു സഹായിക്കുക? നിർത്തി പ്രവാചകരെ, നിർത്തി എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ കൈപിടിച്ചുയർത്തുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിനോട് പ്രാർത്ഥിക്കുകയാ, ഉറപ്പാണ് എന്റെ റബ്ബ് എനിക്കതിന് ഉത്തരം നൽകും, എന്റെ റബ്ബ് എന്നെ സഹായിക്കും. പ്രാർത്ഥന എന്റെ കടമയാണ്. അതുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥനയിലാണ്. അതാ അല്ലാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അള്ളാഹു തുടരെ മലക്കളിറക്കി നിന്നെ സഹായിക്കും എന്നുള്ള ആയത്ത് അള്ളാഹുവിന്റെ റസൂലിന് ഇറങ്ങാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന എന്താ? പ്രാർത്ഥന ഏതൊരു സന്ദർഭത്തിലും അള്ളാഹുവിനോട്. പക്ഷെ ഇതേ പ്രാർത്ഥന അബൂജഹൽ നിർവഹിച്ചില്ലേ? ഉണ്ട്. ബദറിന്റെ അന്ന് ഇതേപോലെ അബൂജഹലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് അബൂജഹൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും അഫ്ളലായതിനെ, ഏറ്റവും ഖൈറായതിനെ നീ സഹായിക്കണേ എന്ന് അബൂജഹൽ. ഖുറൈശികളോ? ഖുർആൻ പറഞ്ഞത് വഇദ് ഖാലൂ അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക ഫംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമായി അബിഅതിനാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ, നിന്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ് മുഹമ്മദ് കൊണ്ടുവന്നതെങ്കിൽ ഞങ്ങളുടെ മേൽ ആകാശത്ത് നിന്ന് കല്ല് വർഷിപ്പിച്ച് ഞങ്ങളെ നശിപ്പിച്ചോ. ആരാ പറഞ്ഞേ? ഖുറൈശികൾ. രണ്ടാളും പറഞ്ഞെന്താ? അല്ലാഹുമ്മ. പിന്നെന്തിനാ യുദ്ധം? അബൂജഹലിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മൻസുർ, അല്ലാഹുവേ നീ സഹായിക്കണം. ഖുറൈശികളുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്. അപ്പൊ രണ്ടുകൂട്ടർ അല്ലാഹുമ്മ എന്ന് പറയുന്നത്. ഇപ്പൊ അപ്പുറത്ത് നബി പ്രാർത്ഥിക്കുന്നതും അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഇസാബ, അല്ലാഹുമ്മ എന്നാണ്. പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട കൂട്ടരെ ഈ യുദ്ധം? അള്ളാഹുവിനോടാണ് രണ്ടു കൂട്ടരും പ്രാർത്ഥിക്കുന്നത്. അബൂജഹലിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം അല്ലാഹു കൊടുക്കുന്നുണ്ട് ഖുർആനില്. ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ് വഇൻ തൻതഹു ഫഹുവ ഖൈറുൻ ലക്കും വഇൻ തഉദ്ദൂ നഉദ്ദൂ വലൻ തുഗ്നിയ അൻകും ഫിത്നതുകും ഫിഅതുകും ശൈആ വലൗ കസറത് വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾക്ക് സത്യനിഷേധികളെ നിങ്ങൾ ഇപ്പം വിജയത്തിനായി തേടിയിരുന്നുവെങ്കിൽ ആ വിജയപ്പണ്ട് ഇപ്പൊ നിങ്ങൾ പിരിഞ്ഞോളി, പോയിക്കോളി. ഇനി വഇൻ തൻതഹു, ആ നിങ്ങൾ പിരിഞ്ഞു പോകുന്നതാണ് വഹുവ ഖൈറുൻ ലക്കും, നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. വഇൻ തഉദ്ദു, അല്ല നിങ്ങൾ വീണ്ടും മടങ്ങി വരികയാണെങ്കിൽ നഉദ്ദു, നമ്മളും വരും, അള്ളയും വരും. കാരണം വലൻ തുഗ്നിയ അൻകും ഫിഅതുകും ശൈആ വലൗ കസറത്, നിങ്ങൾ എത്ര ധാരാളമുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സംഘങ്ങളൊന്നും ഉപകരിക്കപ്പെടുകയില്ല. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ ഉത്തരം കൊടുത്തു, കിട്ടൂല, മുഅ്മിനീങ്ങളുടെ കൂടെയാണ് പടച്ചോന്. കാരണം അവിടെ വിശ്വാസമല്ല. അല്ലാഹുവിന്റെ റസൂലിനോ ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. അല്ലാഹു ഉത്തരം കൊടുക്കുകയത് തുടരെ മലക്കളിറക്കി നിന്നെ സഹായിക്കാം. അല്ലാഹു പ്രവാചകന് ആ ആശ്വാസം നൽകി. നോക്കി, അല്ലാഹുമ്മ എന്ന് വിളിച്ചപ്പോ രണ്ടുപേരുടെയും പ്രാർത്ഥന അല്ലാഹു കേട്ടിടും. പിന്നെ എന്തിനാ യുദ്ധം?
അള്ളാന്റെ റസൂലിനെ അള്ളാഹ് പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം കൊടുത്തു. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. കുറച്ചായിട്ടും നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളെ ബദറിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല നീ മുഅ്മിനീങ്ങളോട് പറഞ്ഞ സന്ദർഭം നമ്മൾ കുറച്ച് ആളുകളെ ഉള്ളൂ, മലക്കുകളെ ഇറക്കി അള്ളാഹു സഹായിക്കുമെന്ന്. അങ്ങനെ അള്ളാഹു 5000-ലധികം മലക്കുകളെ ഇറക്കി സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആനിൽ. അങ്ങനെ അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരുടെയും പ്രാർത്ഥനയുടെ ഒരു വ്യത്യാസം എന്താ? ഒരാള് എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായി കഴിയുമ്പോൾ മാത്രമാണ് അള്ളാഹനെ വിളിക്കുക. ഖുർആൻ തന്നെ പറഞ്ഞു, വഇദാ ഗശിയഹുമുൽ മൗജു കൽദുലലി ദഅവല്ലാഹ മുഖ്ലിസീൻ ലഹുദ്ദീന ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഫമിൻഹും മുഖ്തസിദ് വമാ യജ്ഹദു ബിആയാതിനാ ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ. അവര് മല കണക്കെയുള്ള തിരമാലകൾ അവരുടെ മുമ്പിലേക്ക് വന്ന് പെട്ട് എന്നറിയുമ്പോ അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പറയും. കരയിലേക്ക് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ അവർ ചില ആളുകൾ അവിടെ നിൽക്കും, അല്ലാത്ത ആളുകൾ അള്ളാഹുവിനെ തന്നെ ധിക്കരിച്ച് പിന്മാറിക്കളയും. മറ്റൊരായത്തിൽ പറഞ്ഞത് അവരതാ ശിർക്ക് ചെയ്യുന്നു. അവർ കരയിലേക്ക് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അവർ കപ്പലിൽ കയറിക്കഴിഞ്ഞ് അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞാൽ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. കരയിലേക്ക് അങ്ങ് രക്ഷപ്പെട്ട് കഴിഞ്ഞാലോ ഇദാഹും യുശ്രികൂൻ, അവരതാ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നു. വ്യത്യാസം എന്താ? അള്ളാന്റെ റസൂല് ഏത് സന്ദർഭത്തിലും അള്ളാഹുവിനോട് മാത്രം. അവിടുത്തെ പ്രാർത്ഥനയോ കുടുങ്ങിയ അള്ളാഹിനോട് വിട്ടാലോ വേറുള്ള പല സൃഷ്ടികളോടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അബദ്ധം ഒരു വിശ്വാസിയിൽ ഉണ്ടാവാൻ പാടില്ല. ശിർക്കിന്റെ ഒരു അംശം പോലും കടന്നു വരാൻ പാടില്ല എന്ന് ബദരീങ്ങൾ നമ്മളെ പഠിപ്പിക്കാം. പ്രാർത്ഥനകൾ മുഴുവനും പടച്ചതമ്പുരാനോട് മാത്രം. ഏതെങ്കിലും വലിയനോട് പാടുണ്ടോ? പാടില്ല. ഏതെങ്കിലും ജാറത്തിൽ പോയിട്ട് എന്തെങ്കിലും ഒരു അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് ഇവ കൊണ്ട് അങ്ങനെ ഒരു വസീല റബ്ബിലേക്ക് പാടില്ല. ഏതെങ്കിലും ജിന്നിനെ വിളിച്ചുകൊണ്ട് മലക്കിനെ വിളിച്ചുകൊണ്ട് അവരുടെ കഴിവിൽപ്പെട്ടത് ആ കഴിവിൽപ്പെട്ടതിനോട് ചോദിച്ചുകൊണ്ട് അവർ ആ നിലക്ക് അള്ളാഹുവിലേക്കുള്ള ഒരു യാത്ര പാടില്ല. എന്തൊരു കുടുക്കാണ് കുടുങ്ങോട്ടെ, ഏതൊരു പരീക്ഷണത്തിലാണ് അകപ്പെട്ടോട്ടെ, പ്രാർത്ഥിക്കേണ്ടത് ആ പരീക്ഷണങ്ങൾ തന്ന ആ നേരമറിയുന്ന നമ്മളെ അറിയുന്ന ഉറക്കമില്ലാത്ത മയക്കമില്ലാത്ത നമ്മുടെ രഹസ്യങ്ങൾ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന നമ്മുടെ ഭാവി അറിയുന്ന ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവിനോട് മാത്രമാണ്. നമ്മളെ വീട്ടിലൊന്നിപ്പോ വലിയ വലിയ പരീക്ഷണം അനുഭവിക്കുന്ന ആളുകൾ പലപ്പോഴും സ്ത്രീകളാണ്. ആ സ്ത്രീകളുടെ അടുത്ത് വന്ന് പലരും പറയും, ഒരുപാട് കാലമായില്ലേ അള്ളഹാനോട് പറഞ്ഞ്, നമ്മളൊന്ന് മമ്പർത്ത് പോയി നോക്കാം. വേണ്ട, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് പോയിട്ട് ഒരു ചെറിയൊരു നേർച്ച, അതിൽ വിശ്വസിക്കൊന്നും വേണ്ട, ഒന്ന് കൊടുത്താൽ മതി. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, കുറെ കാലമായില്ലേ റബ്ബിനോട് ചോദിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. എന്നാൽ ആ ശൈഖിന്റെ ആ വലിയന്റെ എന്തെങ്കിലും ഹക്ക് ജായ ബർക്കത്തോടൊന്ന് കിട്ടുകയാണെങ്കിലോ എന്ന് വിചാരിച്ച് അവസാനം അവിടെ എത്തും. എന്താ ഉണ്ടാകുക? എല്ലാ മാനവും പോകുന്നല്ല, പൈസയും പോവും, മാനവും പോവും, എല്ലാം പോവും. ഇപ്പൊ എത്ര ആളുകളെ കാണുന്നത്, എത്ര ബീവിമാരും ജിന്നുമ്മമാരുമാണ്. അങ്ങനെ കുറെ ആളുകൾ അവിടെ പോയി അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും അവർക്ക് മുമ്പിൽ പറഞ്ഞിട്ട് അവരെന്തെങ്കിലും ഒരു ഏലസ് ഐക്കല്ല് കിട്ടാൻ കൊടുക്കും. പിന്നെ അയാളുടെ ജീവിതത്തിൽ എപ്പോഴാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പേടില്ലാത്ത അവസ്ഥ, നിർഭയത്വത്തിന്റെ അവസ്ഥ അയാൾക്കുണ്ടോ നോക്ക്. പല ആളുകളും ഇപ്പൊ സ്കൂളിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കുട്ടികളെ കാണുമ്പോൾ കുട്ടിയൊക്കെ ബേജാറാ. ആ ഐക്കല്ല് കെട്ടി ആ ചരട് ഒന്നൊന്ന് അറ്റാ മതി, പേടിയായി. ആ ഐക്കല്ലൊന്ന് ചെലുങ്ങിയാ മതി, പേടിയായി. നോക്കി, ശരീരം മുഴുവനും ഇങ്ങനത്തെ ഏലസും ഐക്കല്ലുമായി കഴിയുന്ന ആളുകൾ അവർക്ക് പേടിയോട് പേടിയാണ്. അതിനെന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ എന്താ? അതിലാണ് തവക്കുൽ. നമുക്കെന്തൊരു പേടിണ്ടോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒരു മുജാഹിദ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ആട്ട് ഇറങ്ങുമ്പോ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ആർക്കെ പറ്റും പ്രിയപ്പെട്ടവരെ? ഇത് ആർക്കെ? തൗഹീദുള്ള ഒരു മനുഷ്യൻ അവൻ വീട്ടിൽ
ഇറങ്ങുമ്പോ എന്തൊരു നിർഭയന, അവൻ വീട്ടുകാരെ മുഴുവനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുകയാണ്, അള്ളാഹുവിലായിട്ട് ഏൽപ്പിക്കാൻ. നമ്മളേത് പറയും, ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ഒരു പൂച്ച പാഞ്ഞാ പേടിയാ, എന്തെങ്കിലും ഒരു ഒച്ച കേട്ടാൽ പഠിച്ചോനെ കുടുങ്ങിയോ പേടിയാ. എന്നാൽ മുജാഹിദിന് ഒരു പേടിയില്ല. തൗഹീദ് ഉൾക്കൊണ്ട ഒരു മനുഷ്യരതാ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, ഞാനിതാ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, എനിക്ക് എന്തൊരു ശക്തിയുണ്ടോ, എനിക്ക് എന്തുണ്ടോ അത് അല്ലാഹുവല്ലാതെ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. റബ്ബിൽ തവക്കുൽ ചെയ്ത് ഇറങ്ങും. കാരണം ഓൻ എന്തുണ്ടായാലും പ്രാർത്ഥിക്കുന്നത് പഠിച്ചവനാണ്. അത് നമുക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത. നമ്മൾ അതുകൊണ്ടല്ലേ രാത്രിയും പകലും എപ്പോഴും നമ്മൾ ധൈര്യത്തിലാണ്. ഇവിടെ എത്ര ആളുകൾ പേടിച്ച് കഴിയാണ്. മനസ്സിൽ ഒരുപാട് ദൈവങ്ങളെ കുടിയിരുത്തിയിട്ടുള്ള മനുഷ്യർ എന്താണ് പേടിയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകുമെന്നറിയില്ല. പല സഹോദരങ്ങളും നമ്മുടെ മുൻപിൽ വന്നുകൊണ്ട് കരയുകയാണ്, പേടിയാണ്, ജീവിതത്തിൽ മുഴുവനും പേടിയാണ്, പ്രതീക്ഷയില്ലാത്ത ആളുകളാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഈ തൗഹീദിന്റെ ഈ ഹിദായത്തിന്റെ വെളിച്ചം നമുക്ക് കിട്ടിയത് കൊണ്ട് പേടിയില്ലാത്ത ഒരു ജീവിതം നമ്മൾ ജീവിക്കുകയാണ്. വീട്ടിൽ മാറാത്തൊരു രോഗമുണ്ടായി നമ്മൾ ബേജാറാവില്ല. അള്ളാന്റെ പരീക്ഷണം, ചികിത്സിക്കേണ്ട മാർഗം മുഴുവൻ നമ്മൾ അന്വേഷിച്ചിട്ട് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കും, അല്ലാഹുമ്മ ലാ മാനി അലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖദൈത. റബ്ബേ, നീ തന്നതിനെ തടുക്കാൻ ഒരാളില്ല, നീ തരാത്തതിനെ തരാനും ഒരാളില്ല. നീ വിധിച്ചതെന്തോ അത് എനിക്ക് ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. റബ്ബിലങ്ങ് തവക്കുൽ ചെയ്ത് റബ്ബിനോട് തന്ന റബ്ബിനോട് തന്നെ ആത്മാർത്ഥമായി നമ്മൾ പറയും. എത്ര നല്ല മനസ്സിന്റെ പ്രതീക്ഷയാണ് പ്രിയപ്പെട്ടവരെ ആ തൗഹീദുള്ള മനുഷ്യന് കിട്ടുന്നത്. എന്തൊരു സുഖ. പഠിച്ചോനെ, ഇത് നീ തന്നതിനൊക്കെ മാറ്റാൻ കഴിയും. പഠിച്ചോനെ മാറ്റണേ റബ്ബേ. ആശ്വാസത്ത് പറയാ, നമ്മുടെ സ്വകാര്യത്ത് പറയാ, നമ്മുടെ പക്ഷ മലയാളത്ത് പറയാ, നമ്മൾ എന്ത് പറഞ്ഞാലും തിരിഞ്ഞ റബ്ബ്. അപ്പൊ ഷേഖ് മുഹീദ്ദീനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മലയാളം തിരിയില്ല, ബഗ്ദാദിലാണ്. അപ്പൊ നമ്മളിങ്ങനെ കാര്യമായിട്ട് പറഞ്ഞു, മൂപ്പരിങ്ങനെ എന്താ ഇപ്പൊ പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞ്, ഇനിയിപ്പൊ അത് മൊഴിമാറ്റം നടത്താൻ വേണ്ടി ഏതെങ്കിലും മലയാളിനൊക്കെ അന്വേഷിച്ച് നടന്ന് അപ്പൊ നമ്മളെ പ്രശ്നമൊക്കെ തീർന്നിണ്ടാവും. നമ്മൾ കാര്യമായിട്ട് ഒരു പ്രശ്നം പറഞ്ഞു, അത് അയാൾക്ക് തിരിഞ്ഞിട്ടില്ല, അയാൾക്ക് തിരിയാൻ വേണ്ടിയിട്ട് ആള് വളരെ അന്വേഷിച്ച. ഇങ്ങനൊക്കെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിച്ച്, ഒരു വലിയെന്ന് പറഞ്ഞ് അള്ളാന്റെ അടുക്കലേക്കുള്ള ആളെന്ന് പറഞ്ഞ് നമ്മൾ അയാളെ കളിയാക്കല്ല. അയാൾ വലിയ മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞാൽ ആ മുഹീദ്ദീൻ ശൈഖായത് അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ വന്നതാ, ദീനിനെ ജീവിപ്പിച്ച വലിയൊരു മഹാനാ. പക്ഷെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയാണ്. നിങ്ങൾ അവരോട് ചോദിക്കുകയും, വല്ല നീലത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം നൽകും ഞാനെന്നോവർ. അങ്ങനെ ഓവറായി പറഞ്ഞപ്പോ ചില ആളുകൾ പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെ പറയാ, ബദരീങ്ങൾ നമുക്ക് നൽകിയ മാർഗമുണ്ട്. അവർക്കൊരു പ്രതിസന്ധി വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ടില്ല. മുൻകഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്മാരെ അവരാരും വിളിച്ചിട്ടില്ല. അവരുടെ കൺമുമ്പിൽ മരണം അവരുടെ കൺമുമ്പിൽ കണ്ടു. വല്ലാത്ത ഒരു പരീക്ഷണത്തിന്റെ ഘട്ടത്തിൽ അവർ നിന്ന് പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാ. ബദരീങ്ങളുടെ നേതാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് പോലും അല്ലാഹുവിനോടാ. അപ്പൊ ബദരീങ്ങൾ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥനകൾ സകലതും സമർപ്പിക്കേണ്ടത് നമ്മോട് അടുത്തുള്ള റബ്ബിനോടാണ്. നബിനോട് തന്നെ റബ്ബ് പറഞ്ഞാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, അന്നി എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ, ഫഇന്നി ഖരീബ്, ഞാൻ അടുത്തുണ്ട് എന്ന് പറയുക. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ. ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കട്ടെ, അവർക്ക് ഞാൻ ഉത്തരം നൽകും. ലഅല്ലഹും യർഷുദൂൻ, അവരെ നേർമാർഗ്ഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടുത്തുണ്ട്. പിന്നെ എന്തിനാ പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്തുള്ള ഒരാളുടെ പിന്നൊരാളെ തിരികെ കയറ്റാൻ സ്ഥലം പോലും. എന്നിട്ടാണ് അവിടെ ഷേഖുമാരെ, വലിയമാരെ, മലക്കുകളെ, ജിന്നിനൊക്കെ കയറ്റുന്നത്.
ഒരാളോട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന റബ്ബാണ്. ആ റബ്ബിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ റബ്ബ് നമുക്ക് ഉത്തരം നൽകും. ഇനി അതിന് നമ്മൾ മാറുകയാണെങ്കിലോ അവരെ സംബന്ധിച്ച് പറഞ്ഞത് അഹങ്കാരികൾ. ഇത്ര വലിയ പ്രയോഗങ്ങൾ. നിങ്ങൾ റബ്ബിനെ തൊട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഈ ഇബാദത്തിനെ തൊട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ ആ ആളുകളെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ പറഞ്ഞത് അഹങ്കാരികൾ എന്നാണ്. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കേ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഏതാ ഇബാദത്ത്? ദുആ. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കേ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഈ ദുആയാകുന്ന ഈ പ്രാർത്ഥനയിൽ നിന്ന്, ഇബാദത്തിൽ നിന്ന് നിങ്ങളെങ്ങാനും പിന്തിരിഞ്ഞ് നടക്കുകയാണ്, അഹങ്കാരത്തോടുകൂടി നടക്കുകയാണെങ്കിൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അത്തരക്കാർക്ക് അല്ലാഹു നരകമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദരീങ്ങൾ ഈ ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നമുക്ക് നൽകിയ പാഠം അത് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരും. ആ കടന്നു വരുന്ന സന്ദർഭത്തിൽ അള്ളാനെ ഒഴിവാക്കരുത്. അള്ളാനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ചെരുപ്പിന്റെ വയററ്റ് കഴിഞ്ഞാൽ ആദ്യം പറയേണ്ടത് പടച്ചവനോടാണ്. ഇപ്പൊ നമ്മളിങ്ങനെ ആയിരിക്കും, ചെരുപ്പിന്റെ വയററ്റ് കഴിഞ്ഞാൽ ഇപ്പോ പടച്ചവനോട് പറഞ്ഞപ്പോ എന്താ കാര്യം? പ്രിയപ്പെട്ടവർ, ആദ്യം റബ്ബിനോട് പറയുന്നത്. ഇത് പിന്നീട് ശരിയാക്കി തരാനുള്ള തൗഫീക്കും അതിന്റെ ആളെയൊക്കെ തരേണ്ട ആരാ? റബ്ബാണ്. ഏതും അങ്ങനെ. നമ്മുടെ ജീവിതത്തിൽ ഒരസുഖം അള്ള തരുന്നത് നമ്മളെ നോക്കാനാ, ഈമാൻ ടെസ്റ്റ് ചെയ്യാനാ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കോ എന്ന് നോക്കാൻ തന്നെ. ഇതൊക്കെ എന്തിനാ ഈ ദുനിയാവിൽ ഇങ്ങനെ? ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. എന്തിനാ ജീവിതവും മരണമൊക്കെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്? ആരാണ് ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയാ. അപ്പൊ ദുനിയാവിലെ പരീക്ഷണാലയത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഈമാനിന്റെ തോതനുസരിച്ച് പരീക്ഷണം കൂടും. ഇപ്പൊ നമുക്ക് ഒരു പരീക്ഷണവും ഇല്ലെങ്കിൽ ഓർക്കുക, എവിടോ തകരാറുണ്ടാവും. ചിലപ്പോ അല്ല ഇഷ്ടപ്പെടും. ഒരുപാട് ആളുകളെ പരീക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അള്ളാട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഓനെല്ലാവരും കൊടുക്കുക. ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ നമ്മൾ പരീക്ഷണത്തിലാവും. അപ്പൊ അല്ല നമ്മൾ ടെസ്റ്റിങ്ങിന്റെ സമയമാണ്. നമ്മൾ ആ ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞാലോ ദുനിയാവിലും നമ്മൾ രക്ഷപ്പെട്ട് ആഖിറത്തിലും രക്ഷപ്പെട്ടു. അവിടെ നമ്മൾ ഒരു നിലക്കുള്ള വാക്കും പടച്ച തമ്പുരാനെ വില കുറച്ച് മനസ്സിലാക്കുന്ന, അള്ളാഹുവേ നീ എന്തേ ഇങ്ങനെ എന്ന് പറയുന്ന നിരാശയുടെ ഒരു വർത്തമാനം പോലും നമ്മൾ പറഞ്ഞു പോകാൻ പാടില്ല. മറിച്ച് നമ്മൾ ഓർക്കേണ്ടത് എന്ത് തരാൻ കഴിവുള്ളവൻ റബ്ബാണ്. ഇത് അള്ളാഹുവിനല്ലാതെ ഇത് മാറ്റാൻ കഴിയില്ല എന്ന ബോധ്യമാണ്. പ്രവാചകന്മാർ അഖിലവും പ്രവാചകന്മാരുടെ ചരിത്രങ്ങളൊക്കെ നമുക്ക് പറഞ്ഞത് അതുകൊണ്ടാണ്. അല്ലാതെ ചരിത്രം ഇങ്ങനെ ആ ചരിത്രങ്ങളൊക്കെ വായിച്ചു അതിന്റെ ചരിത്രത്തിലുള്ള ഗുണപാഠം നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗബാധിതനായി. രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തെങ്കിലും നിലക്കുള്ള ഒരു മടുപ്പിന്റെ വർത്തമാനം അറിയില്ല. എല്ലാവരും ഒഴിവാക്കി പോയി. ഒറ്റക്കായി. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ചു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ വേ ഓടി വരും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ, മക്കളൊക്കെ വരും. ഇത് ഭാര്യ പോലും ഇല്ല, എല്ലാവരും ഒഴിവാക്കി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് റബ്ബിനെ വിളിച്ചുകൊണ്ട് ഇതിനാദാ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിനെ വിളിച്ചുകൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതെന്താ? അന്നീ മസ്സനിയൽ ദുർറ്, പടച്ചോനെ എനിക്കൊരു ദുർറ് ബാധിച്ചിട്ടുണ്ട്. വ അൻത അർഹമുർ റാഹിമീൻ, നീ ആരാണ്? റഹ്മാനാണ്, റഹീമാണ്. നീ കാരുണ്യം ചൊരിയുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചൊരിയുന്ന ആളാണ്. ഒരു അപകടം ഉണ്ടായിട്ട്, ഒരു പ്രയാസം ഉണ്ടായിട്ട് റബ്ബിനെ പറ്റി പറഞ്ഞെന്താ? പ്രതീക്ഷന്റെ വർത്താനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് വേണ്ടത്.
ബദറിൽ നിന്ന് അവര് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോ ഉറപ്പാണ് ഞങ്ങളെ റബ്ബ് സഹായിക്കും. ഇത് ഞങ്ങള് പ്രതീക്ഷിക്കാതെ ഇവിടെ എത്തിയാണെങ്കിലും ഞങ്ങളെ പരീക്ഷിക്കുവാൻ അള്ളാഹു ഉണ്ടാക്കിയിട്ടുള്ള ഒരു രംഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ റബ്ബിനോട് തന്നെ ആ പരീക്ഷണ ഘട്ടത്തിലും അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. പിന്നെ ക്ഷമയുടെ, അതുപോലെ ഏതൊരു രംഗത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടത്തോടുകൂടി മുന്നോട്ട് പോകേണ്ടതിന്റെ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബദറിന്റെ ആ ഒരു സന്ദേശം 2 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇവ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഓർക്കുക, ഈ പരിശുദ്ധ റമദാനിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇത്തരം ആവേശകരമായ ചരിത്ര സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യണം. അത് അപ്ലൈ ചെയ്യാനുള്ള സന്ദർഭവും സാഹചര്യവും നമ്മൾ ഉണ്ടാക്കണം. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അങ്ങനെ വരുമ്പോഴേ ഞാൻ ആദ്യം പറഞ്ഞ ആ രൂപത്തിൽ ഈ ലോകത്തുനിന്ന് വിട പറയാൻ കഴിയും. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് കിട്ടിയ മഹാഭാഗ്യമാണ്. ഈ ഒരു റമദാൻ കിട്ടിയത് കൊണ്ട് നമ്മുടെ മുൻകഴിഞ്ഞു പോയ ആളുകളെക്കാളും ഒരു ദറജ കൂടാൻ വരെ നമുക്ക് സാധ്യതയുള്ള റമദാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ത്വൽഹ കണ്ടുവന്ന സ്വപ്നത്തെ വ്യാഖ്യാനിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞതാ, രണ്ടുപേരും പ്രവാചകന്റെ അടുക്കലെ 2 പേരും, ഒരാള് ഷഹീദായി, ഒരാള് പിന്നീട് 1 കൊല്ലം കഴിഞ്ഞിട്ടാ മരിച്ചത്. പ്രവാചകൻ ആ സ്വപ്നത്തിന് കൊടുത്ത മറുപടി, അദ്ദേഹത്തിന് 1 കൊല്ലത്തെ റമദാന് കൂടി കിട്ടിയത് കൊണ്ടാ രണ്ടാമത്തെ ആള് ആദ്യം സ്വർഗത്ത് പോയതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ, നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു അവസരം കൂടിയാണ് ഈ പരിശുദ്ധ റമദാൻ. അടുത്ത കൊല്ലം കിട്ടിക്കൊള്ളണം എന്നുണ്ടാവൂല. ഇപ്പോഴത്തെ രോഗം അങ്ങനെയാണ്. നല്ലോണം നിൽക്കുന്ന ആള് കാണാൻ മരിച്ചു എന്ന് കേൾക്കുക. എന്തേ ആ അസുഖമൊന്നും കേട്ടില്ലല്ലോ, ഇല്ല, കിടന്നതാണ്, രാവിലെ എഴുന്നേൽക്കുന്നത് കണ്ടില്ല. ഇന്നലെ വൈകുന്നേരം നമ്മുടെ പ്രവർത്തനത്തിൽ സജീവമായി 11 മണി വരെ തറാവീഹ് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനത്തിലും അദ്ദേഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു വിറയൽ വന്നു, അങ്ങ് വീണു, മരിച്ചു എന്ന് കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴത്തെ മരണം അങ്ങനെയാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാ, സ്വാഗത ഭാഷണത്തിൽ അസ്ര സൂചിപ്പിച്ചതുപോലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോളി. ഇത്ര വരെ കിട്ടിയില്ലേ? ഇത്രയും ദിവസത്തെ നോമ്പ് നോൽക്കാനും ഇബാദത്തുകൾ നിർവഹിക്കുവാനും അതുപോലെ ഇത്തരം സൽക്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും ഒക്കെ പങ്കെടുക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയില്ലേ? അൽഹംദുലില്ലാ. ഇനിയുള്ള സന്ദർഭത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങാടിക്കട് പോവല്ല വേണ്ട. ആദ്യത്തെ 10 നമ്മുടെ നാട്ടിൽ പള്ളിയിൽ RSP ഭയങ്കര. RSP റമദാൻ സ്പെഷ്യൽ പാർട്ടി. ആൾക്കാർ എന്നും വരുന്ന ആൾക്കാർ പുറത്തായി പോയി. ഒരു കുറച്ച് നേരം വൈകിയാണ്. പക്ഷെ ഇത് ആവേശത്തിൽ വന്ന ആൾക്കാരൊക്കെ മുന്നിലായപ്പോ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്നും ഉണ്ടാവുന്ന കാക്ക മൂപ്പർക്ക് 1-ാമത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടിയില്ല. മൂപ്പര് വിചാരിച്ച്, പഠിച്ചോനെ ഇപ്രാവശ്യം നമ്മളെ റമദാനൊക്കെ പോയി പോവല്ലോ എന്ന് വിചാരിച്ച് 10 കഴിഞ്ഞപ്പോ ബലൊന്നും ഇപ്പൊ കാണുന്നില്ല. ഇവ 2-ാമത്തെ 10 ആയപ്പോ പള്ളിയൊക്കെ ഇങ്ങനെ കാലിയ. ഇനി അവസാനത്തെ 10 എത്തുവോ? അവസാനത്തെ 10-ലാണ് നാട്ടിൽ മുഴുവൻ ഫെസ്റ്റിവൽ ഉണ്ടായ റമദാൻ ഫെസ്റ്റിവൽ. എന്നിട്ടോ നമ്മളെ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ എല്ലാവരും കൂടി അങ്ങാടിയിൽ. പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാന്റെ റസൂല് അവസാനത്തെ 10 കുടുംബക്കാരോട്, ഭാര്യമാരോട് അടന്നോളി എല്ലാരും അടന്നു. ഞാൻ ഇനി 10 ദിവസം റബ്ബിനോട് ആര് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇഅ്തികാഫിലാണ്. നമ്മളെന്നോ സ്വർഗം കിട്ടിയ മാതിരിയാണ്. സ്വർഗമൊക്കെ അങ്ങ് കിട്ടിയ ഉറപ്പ്. പരപ്പരങ്ങാടിന്ന് സ്വർഗത്തിൽ പോവുകയാണെങ്കിൽ ഞങ്ങളല്ലാതെ പിന്നെ ആരാ പോവുക എന്നാ നമ്മൾ വിചാരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, അങ്ങനായിട്ട് പോണ സ്ഥലമല്ല സ്വർഗം. അതിന് കുറച്ച് നയിപ്പ്. അതുകൊണ്ട് അള്ളാന്റെ റസൂൽ നോക്കി സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞ നബി, എന്നാ പിന്നെ 10 ദിവസം അവിടെ ഇരിക്കണോ? ഇരുന്ന് കരയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, പ്രവാചകനെ കണ്ട ഒരു ദിവസം രാത്രി പ്രവാചകന്റെ കാലിൽ ഇങ്ങനെ തട്ടിയപ്പോ അല്ലാഹു പഠിച്ചോനെ ഇത് നബി അല്ലേ? ആയിഷ പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ നബി എന്നാണ്. എന്തേ? കാല് വണ്ണം വെച്ചിണ്. നമസ്കാരം കഴിഞ്ഞിട്ട് പ്രവാചകനോട് മതി നബിയെ, എന്തിനാണ് ഇങ്ങനെ കാലിൽ വണ്ണം വെക്കുന്നത് വരെ, നീര് വരുന്നത് വരെ എന്തിനാണ് പ്രവാചകരെ നിങ്ങൾ ഇങ്ങനെ
ഇങ്ങനെ കഷ്ടപ്പെട്ട് നമസ്കരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി നിരവധി തവണ കേട്ട ആളുകളാണ് നമ്മള്. അഫലാ അകൂന അബ്ദൻ ശകൂറ, ആയിഷ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിന് കിട്ടിയ എന്താ? വാപ്പയും മേയില്ല ചെറുപ്പത്തിൽ. നമ്മൾ ആലോചിക്കും, കല്യാണം കഴിച്ച എല്ലാവരും ആഗ്രഹമാണ് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ. ഒരാൺകുട്ടിനെ കിട്ടിയില്ല. 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച് ഇസ്ലാമായതിന്റെ പേരിൽ 2നെയും തൊലാക്കല്ലി പൊരേക്ക്, 2 കുട്ടികളെ തൊലാക്കല്ലി പൊരേക്ക് പറഞ്ഞു വെച്ചൊരു വാപ്പാന്റെ മനസ്സാലോചിക്കും, അങ്ങാടിക്ക് മുപ്പ കയറാൻ പറ്റുമോ? കണ്ടോലൊക്കെ ചോദിക്കൂല, അല്ല 2ഉം പോന്നോ, 2നെ ഒഴിവാക്കിയോ? ഇങ്ങനെ നാട്ടുകാർ മുഴുവൻ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും ആ വാപ്പാന്റെ സ്ഥിതി? ഇങ്ങനെ റസൂലിനെ എടുത്തു നോക്കിയാൽ ഭൗതികപരമായി എന്തെങ്കിലും ഒരു നിഅമത്തുണ്ട് എന്ന് നമുക്ക് അളക്കാൻ കഴിയില്ലെങ്കിലും ദുനിയാവിൽ ഏറ്റവും വലിയ നിഅമത്ത് അനുഭവിച്ച ആളായിട്ടാണ് പ്രവാചകൻ തന്റെ മനസ്സിനെ പാകപ്പെടുത്തിയത്. ദുനിയാവിൽ ഏറ്റവും കൂടുതൽ മനസ്സ് സന്തോഷം അനുഭവിച്ച ആൾ ആര് ചോദിച്ചാൽ നബിയാണ്. ആ നബി കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നത്. നമുക്കോ എന്റെ ബാപ്പ അനുഭവിക്കാത്ത സുഖം ഞാൻ അനുഭവിക്കും. എന്റെ ബാപ്പ 50-ാമത്തെ 55-ാമത്തെ വയസ്സിൽ ഒരു വീട് കയറ്റി, ഞാൻ 40-ാമത്തെ വയസ്സിൽ വീട്. എന്റെ ബാപ്പ ഇതുവരെ ഒരു 2 വീലർ പോലും വാങ്ങിയില്ല, ഞാൻ 4 വീലർ. എനിക്ക് മക്കള്, ജോലി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് ദുനിയാവിൽ എനിക്ക് അല്ലാഹു നൽകിയത് എന്ന് ചോദിച്ചാൽ ഒരുപാട് നിഅമത്തുകൾ നൽകി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിഅമത്തുകൾക്ക് തോതനുസരിച്ച് പടച്ച തമ്പുരാനോട് നന്ദി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറവാണ്. നമ്മളും ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ ഒരു പരിശുദ്ധ റമദാൻ കിട്ടിയിട്ട് റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, നീ തന്ന നിഅമത്തുകൾക്കനുസരിച്ച് ഇബാദത്തുകളിൽ ഖുശൂഅോടുകൂടി നിർവഹിച്ച് അല്ലാഹുവേ ശുക്ർ രേഖപ്പെടുത്തി സംതൃപ്തിയോടുകൂടി ശുക്ർ രേഖപ്പെടുത്താനുള്ള ഒരു മനസ്സെനിക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച് നോക്കുക. നമ്മളല്ലേ തന്നെ നിർവഹിക്കുന്ന ഒരു നിസ്കാരമാണ്. ആ നിസ്കാരത്തിലേക്ക് ഒരു കോല് നമ്മൾ ആലോചിച്ച് നോക്കി, അത് നമുക്ക് തന്നെ അറിയാലോ അല്ലേ? ഓരോരുത്തരും നമ്മളെ നിസ്കാരത്തിൽ കച്ചവടക്കാരന് ദുഹർ നിസ്കാരമൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പൊ പ്രത്യേകിച്ച് റമദാനിൽ പറ്റ ക്ഷീണാണ്, കച്ചവടം പറ്റ ക്ഷീണ. എന്നാലും ആ ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ നിരന്തരമായ ആലോചന നിസ്കാരത്തിൽ എങ്ങനെ തോന്നുന്നു ഇന്നൊന്ന് വിറ്റ് തീർക്കുക അല്ലെ? ഫുള്ള് നിസ്കാരത്തിൽ ആ ഒരു നിസ്കാരം നമ്മുടെ നിസ്കാരം. ജോലിക്കാരനാണെങ്കിലോ ഓന് കുറെ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ടാവും, എങ്ങനെ അതൊക്കെ ഇപ്പൊ തീർക്കുക, ഓൻ അതിന്റെ ചിന്തയില്. മറ്റേ കളിക്കാരനാണെങ്കിലോ ഓൻ അതിന്റെ ചിന്തയില്. വേറെന്തോ ഏർപ്പാട് ഓനൊക്കെ ചിന്തിക്കാനുള്ള എവിടെയാ? നിസ്കാരത്തിലാ. ഈ നിസ്കാരം മാത്രം കിട്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ച തമ്പുരാനെ, പ്രവാചകന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സഹാബത്ത്, താബികൾ നടന്ന ആ നല്ലവരായ ആ മാർഗത്തിൽ എന്നെയും ചേർക്കണമേ. നമ്മളെ കയ്യിലുള്ള സഞ്ചി എന്താണ്? നിസ്കാരം. നമ്മുടെ മുമ്പിലുള്ള നമ്മളെ നിൽക്കുന്ന ലൈൻ ഏതാ? പ്രവാചകൻ, നബിയൊക്കെ ഉള്ള പരലോകത്ത്. നമ്മൾ ആലോചിക്കി, നബിന്റെ ഒക്കെ ആ സഫിന്റെ ബേക്കിലാണ് നമ്മൾ നിൽക്കണമെങ്കിൽ ഒരു ജിഹാദ് ചെയ്തും ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചും ഒരുപാട് സഞ്ചാരി പിടിച്ചിരിക്കുമ്പോ നമ്മളെ കയ്യിലുള്ള സഞ്ചി നിസ്കാരം ഉണ്ടാകുക. ആ നിസ്കാരം എങ്ങാനും എടുത്താൽ ഫുള്ള് ഓട്ടയാ. നിയ്യത്തുണ്ടാവില്ല, ഓതോടുത്ത് ശരിയായി ഉണ്ടാവില്ല, നിന്ന് ശരിയായി ഉണ്ടാവില്ല, സുജൂദ് പോയി റെഡിയായി ഉണ്ടാവില്ല. അങ്ങനെയുള്ള എന്നിട്ട് നമ്മൾ വിചാരിക്കുക നമ്മൾ സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനി കുറച്ച് ദിവസം കൂടെയുള്ളൂ. എല്ലാ പരിപാടിയൊക്കെ ഒന്ന് മാറ്റിവെക്കുക. കുറച്ചൊക്കെ ഒന്ന് നമ്മക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? മക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മൾ ഇപ്പോൾ ഓടുന്നത്. കുടുംബക്കാർക്ക് വേണ്ടിയുള്ള, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഓട്ടമാണ് നമ്മൾ ഓടുന്നത്. നമ്മുടെ ദുനിയാവിലെ ഓട്ടമാണ്. ആർക്ക് വേണ്ടിയാ? നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി, ഉണ്ടാക്കാൻ വേണ്ടിയാ നമ്മൾ ഓടുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, 1 മണിക്കൂർ മാറ്റിവെക്കുക, അല്ല ഏതാനും സമയങ്ങൾ നമ്മൾ മാറ്റിവെക്കുക. ആർക്ക് വേണ്ടി? സ്വന്തത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. സ്വന്തത്തിന് വേണ്ടി ഒന്ന് മാറ്റിവെക്കുക. കാരണം ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. എന്താണ് വീട് കയറ്റിയ വീടുണ്ടോ? ഇല്ല. ബാങ്കിലുള്ള പൈസ വേണ്ട, ATM കാർഡ് വെച്ചു തരും. നമ്മുടെ മയ്യത്ത് ഇങ്ങനെ എടുക്കുമ്പോ മൂപ്പർക്ക് 4 ATM കാർഡ് ഉണ്ട്, കുണ്ടോലി ആ 4 ഉണ്ടോ അതിന്റെ കൂടെ വെച്ചോളി. അറിയൂല, ഒറ്റൊന്നും അതിന്റെ കൂടെ വെക്കൂല. ഒന്നുമില്ല പ്രിയപ്പെട്ടവര്. ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചു പോകുമ്പോ നമ്മുടെ കൂടെ ഉണ്ടാകുക നമ്മൾ നിർവഹിച്ച ഇബാദത്തുകളില്ലേ, നമ്മൾ ഈ നിർവഹിച്ച സൽക്കർമ്മങ്ങളില്ലേ, നമ്മൾ കൊടുത്തിട്ടുള്ള
ദാനധർമ്മങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ, അത് മാത്രമേ ഉണ്ടാകൂ. അങ്ങനെ അത് കിട്ടണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയുള്ള തീവ്രമായ സജീവമായ ഒരു പ്രവർത്തനം നമ്മളൊക്കെ കാഴ്ചവെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയ പാപികളാണ് ഞങ്ങൾ. പാപം ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അതുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരിമാർ, സഹോദരങ്ങൾ. ഇന്നലെയും ഒരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ബൈക്ക് ആക്സിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ് ഈ റമദാനിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ അവരുടെ രോഗത്തെ നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക്, ബന്ധുക്കൾക്ക് അല്ലാഹുവേ അവർക്കെല്ലാം നീ ശിഫയെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഒരുപാട് സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുണ്ട് അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഐശ്വര്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ചെറിയ ചെറിയ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, മറ്റുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട ആളുകളാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ബിസിനസ്സിൽ, കച്ചവടത്തിൽ, ഏർപ്പാടുകളിൽ ബർക്കത്തിനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ ഭർത്താക്കന്മാരിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങളിലൂടെ, ഞങ്ങളുടെ ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കണ്ണുകൾ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ജീവിതത്തിൽ പകർത്തുകയും അതനുസരിച്ച് ജീവിക്കുകയും അവസാന ഘട്ടം എവിടെയാണെങ്കിലും, നടുറോട്ടിലാവാം, ആശുപത്രിയിലാകാം, വീട്ടിലാകാം, എവിടെയാണെങ്കിലും അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ബോധപൂർവം ഉച്ചരിച്ച് മരിക്കുന്ന ആളുകളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് മുസ്ലിമായി എന്നതിന്റെ പേരിൽ കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന, പരിശുദ്ധ റമദാനിൽ പോലും ഇബാദത്തുകൾ നിർവഹിക്കാതെ തടയപ്പെട്ട ഒരുപാട് മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഇസ്സത്തിനെ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവർക്ക് നീ കാരുണ്യം നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, എല്ലാവരും സ്വർഗത്തിലേക്ക്, ഒരു കൂട്ടരെ സ്വർഗത്തിലേക്കും മറുകൂട്ടരെ നരകത്തിലേക്കും ആനയിക്കുമ്പം ആ സ്വർഗത്തിലേക്കുള്ള ആളുകളിൽ ഉൾപ്പെടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാഹുവേ, അത്തരക്കാരിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഠിനവും കഠോരവുമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,